പാലക്കാട്ട് പൊതുപരിപാടിയിൽ പങ്കെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻപ് പരിപാടികളിൽ എത്തിയിരുന്നുവെങ്കിലും വിവാദങ്ങൾക്ക് ശേഷം പരസ്യപ്പെടുത്തിയ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇതാദ്യമായിട്ടാണ്. പിരായിരിയിൽ റോഡ് ഉദ്ഘാടനത്തിനെത്തിയ രാഹുലിന്റെ കാർ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞു. തുടർന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ രാഹുൽ നടന്നാണ് ഉദ്ഘാടന സ്ഥലത്തേക്ക് പോയത്. വണ്ടി തടഞ്ഞാൽ മണ്ഡലം മുഴുവൻ കാൽനടയായി സഞ്ചരിക്കുമെന്ന് രാഹുൽ പറഞ്ഞു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാഹുലിന് ഗോബാക്ക് വിളിച്ചപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തോളിലേറ്റി. ചർച്ചയിൽ ശ്രീ രാജു പി നായർ കോൺഗ്രസ്, ഡോക്ടർ പ്രേംകുമാർ ഇടത് സഹയാത്രികൻ, വി പി ശ്രീപത്മനാഭൻ ബി.ജെ.പി, ശ്രീ എൻ ശ്രീകുമാർ കോൺഗ്രസ് എന്നിവർ. ആദ്യം ശ്രീ രാജു പി നായർ, കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും നീക്കം ചെയ്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെയാണ് പ്രഖ്യാപിച്ചത്. പക്ഷെ ഇന്ന് രാഹുലിന്റെ പൊതുപരിപാടിയിൽ പാലക്കാട് MLA തോളിലേറ്റി ആഹ്ലാദ നൃത്തം ചവിട്ടുന്നതും കോൺഗ്രസുകാരും UDF പ്രവർത്തകരുമാണ്. ഈ നടപടി എന്നുള്ളത് സാങ്കേതികമായ കടലാസിലുള്ള കാര്യം മാത്രമാണോ? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടുത്തെ MLA ആണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ തർക്കമില്ല. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് അദ്ദേഹം അവിടുത്തെ MLA ആണ്. അദ്ദേഹത്തിന് അവിടുത്തെ MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് അവസരമുണ്ടല്ലോ. അത് ഉണ്ടാക്കുക എന്നുള്ളത് പോലീസിൻ്റെയാണ്. ഇത് നമ്മൾ വെറുതെ ഈ പൊറാട്ട് നാടകം കണ്ടതും നമ്മൾ നമ്മുടെ കൃത്യമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് മാറരുത്. ഇവിടെ എന്താ വിഷയം? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ജനങ്ങൾ മുഴുവൻ വളരെ കൃത്യമായിട്ട് ഈ CPMന്റെ ഏറ്റവും ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ട് ശബരിമലയിൽ അയ്യപ്പൻ്റെ മുതൽ കട്ടെടുത്ത് ഇവിടെ അമ്പലം വിഴുങ്ങികളായിട്ടുള്ള CPM ആണ് ഭരിക്കുന്നതും അമ്പലക്കൊള്ള നടത്തിയിരിക്കുന്നതും കൃത്യമായ ബോധ്യത്തിൽ നിൽക്കുകയാണ്. രണ്ട്, മുഖ്യമന്ത്രിയുടെ മകന് ഒരു ED നോട്ടീസ് കൊടുത്തിട്ട് 2 വർഷമായിട്ട് BJP മിണ്ടിയിട്ടില്ല ഒരു അക്ഷരം. CPM കള്ളന്മാർ മിണ്ടില്ലല്ലോ, കള്ളന്മാർ പറയില്ല ഞാൻ കള്ളനാണ് അതുകൊണ്ട് എന്നെ പോലീസ് വിളിപ്പിച്ചിട്ട് പറയില്ല. പക്ഷെ BJP മിണ്ടിയിട്ടില്ല. 2 വർഷമായിട്ട് BJP മിണ്ടിയിട്ടില്ല. ഈ രാജ്യത്തെ BJPയുടെ മുഖ്യമന്ത്രിമാർക്ക് കിട്ടാത്ത പരിരക്ഷ പിണറായി വിജയൻ എങ്ങനെ കിട്ടുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്ന് അഭിലാഷം എന്ന് ആലോചിച്ചേക്കാം ഈ വിഷയങ്ങളൊക്കെ. അതുപോലെ തന്നെ ഷാഫി പറമ്പിലിനെ തടഞ്ഞതിന് ശേഷം അന്ന് അത് പോലീസിന്റെ നേതൃത്വം നടത്തിയ ആക്രമണം നമ്മളിപ്പോൾ DYSPയുടെ വാർത്ത അത് തന്നെ പുറത്തു വന്നല്ലോ. കോൺഗ്രസ് ഉന്നയിച്ച പോലെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവിനെ തകർക്കാൻ വേണ്ടി, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പോലീസിനകത്ത് ഗൂഢാലോചന നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞവരാണല്ലോ ഇടതുപക്ഷക്കാർ. ഇപ്പോൾ SP തന്നെ വളരെ കൃത്യമായിട്ട് വന്നിരിക്കുന്നു. പോലീസിനകത്ത് നിന്ന് അത്തരത്തിലുള്ള ഇത് കണ്ടിരിക്കും. ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയത്ത് അതിനെ വഴിതിരിച്ച് വിടാൻ വേണ്ടി ശ്രമിക്കണം. നോക്ക്, ഉദാഹരണം വേറൊന്നും വേണ്ട. നമ്മൾ ഇന്ന് മാതൃഭൂമിയിൽ എന്നെ വിളിച്ച ചർച്ച ചെയ്താ മാതൃഭൂമിയിൽ നിന്ന് വിളിച്ച ചർച്ച പിണറായി വിജയന്റെ മകനെതിരെയുള്ള ED അന്വേഷണത്തിൽ ED സമൻസിന്റെ കാര്യത്തെ സംബന്ധിച്ചായിരുന്നു. ഇന്നിപ്പോൾ വൈകുന്നേരം ചർച്ച മാറ്റിയില്ലേ, 1 മണിക്കൂർ മുമ്പ് ചർച്ച മാറ്റി. ഇത് തന്നെയാണ് CPM ലക്ഷ്യം, അതല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോ ആ അജണ്ട മാറ്റുക അല്ല, അപ്പോഴാണല്ലോ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞതാ. അല്ല, അത് തന്നെയാണ് അഭിലാഷ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ അമ്പലക്കൊള്ളയും മകന്റെ പേരുള്ള EDയുടെ സമൻസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഷാഫി പറമ്പിലിനെ ആക്രമിക്കാൻ വേണ്ടി പോലീസിനകത്ത് ഗൂഢാലോചന നടത്തി ഒരു MP ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ ഏറ്റവും അധികം ആകാംക്ഷയോടെ അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്ന വിഷയങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ വേണ്ടി CPM നടത്തുന്ന പൊറാട്ട് നാടകങ്ങളാണ് ഇത് മുഴുവൻ. അതിലേക്ക് മാധ്യമങ്ങൾ, അഭിലാഷിനോട് ഒറ്റ അഭ്യർത്ഥനയുള്ളൂ, അഭിലാഷ് ഉൾപ്പെടുന്ന മാധ്യമ സമൂഹത്തോട്, നിങ്ങൾ 10 ദിവസം ഈ ഇത്തരത്തിലുള്ള പൊറാട്ട് നാടകങ്ങൾ വിശ്വസിക്കാതെ റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ ഇവരെല്ലാം അകത്ത് കയറും. അവർക്ക് ആവശ്യം ചർച്ചകൾ വഴിമാറ്റുക എന്നുള്ളതാണ്. അതിന് മാതൃഭൂമി ഉൾപ്പെടെ അതിന് വശംവദരാവരുന്നുള്ള അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. ഇവിടെ വളരെ കൃത്യമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ BJP സ്വന്തം ചിറകിനടിയിൽ BJPയുടെ നേതാക്കന്മാർക്ക് കൊടുക്കാത്ത പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ടിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മാസപ്പടി കേസിൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വരുന്നത് ജൂലൈ 2023 2023 ജൂലൈയിൽ വന്ന വിധി 3 മാസം കഴിഞ്ഞ് മനോരമ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് പൊതുസമൂഹം അറിയുന്നത്. 3 മാസം ഈ കേന്ദ്ര സർക്കാർ ആ മകൾക്കെതിരെയുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിധി, അല്ലെങ്കിൽ മകളുടെ പേര് പരാമർശിക്കുന്ന ഒരു ഏറ്റവും സുപ്രധാനമായ വിധി മൂടിവെച്ചു. എന്തിനു വേണ്ടി? ഈ മാസപ്പടി കേസിൽ 2021 തെരഞ്ഞെടുപ്പിന് മുൻപ് പിണറായി വിജയൻ്റെ ഒരു ED അന്വേഷണം നടന്നിരുന്നു. അത് 2021 നടന്ന അന്വേഷണം പൊതുസമൂഹം അറിയുന്നത് 4 വർഷത്തിന് ശേഷം SFIയുടെ കേസിൽ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ SFIO അഫിഡവിറ്റ് നൽകിയപ്പോഴാണ് 2021 പിണറായി വിജയനെതിരെ EDയുടെ അന്വേഷണം നടന്നിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത്. മകന്റെ പേരിൽ സമൻസ് 2 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് ഇത്തരത്തിലൊരു സംഭവം. അപ്പോൾ
ഈ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഇത്രമാത്രം വലിയ ഒരു അന്വേഷണം നടത്തുന്ന ED അല്ലെങ്കിൽ കേന്ദ്രത്തിലെ BJP, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മക്കൾക്കെതിരെ നടക്കുന്ന അന്വേഷണം എന്തിനു പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു വെച്ചു? ഈ പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടി നടത്തുന്ന ഗൂഢാലോചനയ്ക്ക് വേണ്ടി കേരളത്തിന്റെ നികുതി പണമെടുത്ത് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോവുകയാണ്. നിർമ്മല സീതാരാമനായിട്ട് കൂടിക്കാഴ്ച നടത്തി. അഭിലാഷിന് ഈ ചർച്ചയിൽ പറയാമോ ആ കൂടിക്കാഴ്ചയിൽ സംസാരിച്ച വിഷയം എന്തായിരുന്നു, അതിൽ നിന്നുള്ള ഔട്ട്കം എന്തായിരുന്നു എന്നുള്ള പറയാമോ? RSSകാരനായിട്ടുള്ള ഗവർണറെ കൂടെ ഇരുത്തി ഈ രാഷ്ട്രീയ സെറ്റിൽമെന്റുകളാണ് നടന്നത് മുഴുവൻ. എപ്പോഴെല്ലാം ഒരു അന്വേഷണം തുടങ്ങുന്നോ ആ അന്വേഷണം തുടങ്ങുന്നതിന് ശേഷം മുഖ്യമന്ത്രി ഡൽഹി യാത്ര നടത്തും. അമിത്ഷാ ഔദ്യോഗിക BJPയുടെ മുഖ്യമന്ത്രിമാർക്ക് ആരോപണങ്ങൾ ഇതൊക്കെ കണ്ണിൽ പൊടിയിടാൻ നടത്തുന്ന ശ്രമങ്ങളാണ് എന്നുള്ളതാണ്. ഡോക്ടർ പ്രേംകുമാർ, അതാണ് കോൺഗ്രസ് കാണുന്നത്. ഇതിപ്പോ അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ മാറ്റിവെച്ചാൽ തന്നെ ഇപ്പൊ ഒരു MLA ഒരു ദിവസം എത്ര ഉദ്ഘാടനം നടത്തുന്നുണ്ടാവും? 5-6 ഉദ്ഘാടനം മിനിമം നടത്തുന്നുണ്ടാവും. ചെറിയ നമ്പറാണ് ഞാൻ പറഞ്ഞത്. ചെറിയ റോഡുകൾ, കുഞ്ഞു കുഞ്ഞു സ്ഥാപനങ്ങൾ, അതല്ലെങ്കിൽ പാലം, ഇതൊക്കെ വളരെ പ്രാദേശികമായി പഞ്ചായത്തുകളുടേതൊക്കെയാണ് എങ്കിൽ എത്രയോ ദിവസങ്ങളിൽ ഉദ്ഘാടനം നടക്കുന്നുണ്ടാവും. അപ്പോൾ DYFIയും BJPയും ഇത് തടയും എന്ന് പ്രഖ്യാപിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ പൊതു പ്രസ്താവന നടത്തിയിട്ട് ഉദ്ഘാടനം ചെയ്യൂ എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇത് ആരും അറിയാതെ സാധാരണ നടന്നു പോകേണ്ട ഒരു കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയെന്നാണ്. പക്ഷേ MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. MLA മണ്ഡലത്തിലുണ്ട്. അപ്പോൾ ഇത് സാധാരണ നിലയിൽ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. ഇതിനെ വലിയ തോതിൽ ഒരു പബ്ലിക് ഗ്ലെയറിലേക്ക് കൊണ്ടുവന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വരാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണോ ഈ പ്രതിഷേധക്കാർ? രാജു പി നായർ കോൺഗ്രസിന്റെ സ്പോക്സ് പേഴ്സൺസിൽ വളരെ സീനിയറായ ഒരാളാണ്. അഭിലാഷിന്റെ ചോദ്യവും വളരെ കൃത്യമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും കോൺഗ്രസിന്റെ സംഘടനാ ബേസിക് മെമ്പർഷിപ്പിൽ നിന്നും പുറത്താക്കിയെന്നാണ് VD സതീശൻ ആവർത്തിച്ച് പറയുന്നത്. എനിക്ക് ബോധ്യമുള്ള കേരളത്തിലെ സീനിയറായ എല്ലാ കോൺഗ്രസ് നേതാക്കളുമായി ആലോചിച്ച് ഞങ്ങൾ സുചിന്തിതമായി എടുത്ത തീരുമാനമാണ്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമല്ല എന്ന് പലതവണ നമ്മളോട് വന്ന് പറഞ്ഞത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ VD സതീശനാണ്. ഓരോ ഘട്ടത്തിലും അയാൾ പറയുന്നുണ്ട്. അഭിലാഷിന്റെ ചോദ്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമാണോ അല്ലയോ? കാരണം DYFIക്കാർ തടയുന്ന സമയത്ത് രാഹുലിനെ എടുത്തു ഉയർത്തുന്നത് കോൺഗ്രസിന്റെ ആളുകളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ച് പത്രക്കാരോട്, മീഡിയയോട് ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു, കോഴിക്കോട് SP രാഷ്ട്രീയം കളിച്ചാൽ അതിനെ ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടുന്നു. രാഷ്ട്രീയമായി നേരിടുമെന്ന് പറയുന്നത് അപ്പുറത്തിപ്പുറത്ത് കോൺഗ്രസിന്റെ സീനിയർ ലീഡേഴ്സ് നിൽക്കുന്നുണ്ട്, KC അബു ഒക്കെ നിൽക്കുന്നുണ്ട്. രാഷ്ട്രീയമായി നേരിടും എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളാണ്. ഈ കോൺഗ്രസിന്റെ ഈ കാര്യം പറയാൻ താങ്കൾ കോൺഗ്രസിന്റെ മെമ്പർ അല്ലല്ലോ എന്ന് ആരും ചോദിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ വളരെ ലളിതമായ ചോദ്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ആള് പാലക്കാട് MLA ആയിരുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആൾ ഇപ്പോഴും കോൺഗ്രസിന്റെ നേതാവാണോ അല്ലയോ എന്നുള്ളതാണ്. ആ ചോദ്യം ചോദിക്കുമ്പോൾ രാജു പി നായർ അതിന് മറുപടി പറയില്ല, അതിന് മറുപടി ഇല്ല. മൂപ്പര് അയ്യപ്പന്റെ കാര്യവും EDയുടെ കാര്യവും ഷാഫിയുടെ കാര്യമൊക്കെയാണ് പറയാം. അപ്പൊ അതിൽ വളരെ ക്ലിയർ ആണ്, ഈ ലളിതമായ ചോദ്യത്തിന് ഇവർക്ക് ഉത്തരമില്ല. കോൺഗ്രസിന്റെ AICC നേതൃത്വത്തിന്റെ അറിവോട് കൂടി എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ, അത് ശരിയോ തെറ്റോ നോക്കേണ്ടത് അവരാലോചിക്കട്ടെ. ആ ഡിസിഷൻ പ്രാബല്യത്തിൽ വരുത്താനുള്ള ഉത്തരവാദിത്വമോ ശേഷിയോ കേരളത്തിലെ കോൺഗ്രസിനോ AICC നേതൃത്വത്തിനോ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ കണ്ടതാണ്. കേക്കച്ചൻ എന്ന് പറഞ്ഞിട്ടാണ് VD സതീശനെതിരെ നിരന്തരം തെറിവിളികൾ നടന്നത് സോഷ്യൽ മീഡിയയിലൂടെ. അതിൽ എന്താ പറയുക, ഇവരുടെ സോഷ്യൽ മീഡിയ വിങ്ങിന് റോൾ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വൈസ് പ്രസിഡന്റോ വർക്കിംഗ് പ്രസിഡന്റോ VT ബൽറാമിനെ കമ്മീഷനായി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. KC വേണുഗോപാലിനെ തെറി പറഞ്ഞിട്ടുണ്ട്, രമേശ് ചെന്നിത്തലയെ തെറി പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം കോൺഗ്രസ് സീരിയസ്ലി ടേക്കപ്പ് ചെയ്യുന്നത്, ഞാൻ കോൺഗ്രസ് കുടുംബാംഗമാണ്, VD സതീശൻ എനിക്ക് പിതൃതുല്യനാണെന്ന് പറഞ്ഞ റിനിയുടെ എന്താ പറയുക പ്രസ്താവനയോടെയാണ്. അതിനുശേഷം VD സതീശനെ നിഷേധിച്ചിട്ടില്ല. ഇദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞുള്ള ആളുകൾ, അതുപോലുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് എൻ്റെ മക്കൾ KSUലോ യൂത്ത് കോൺഗ്രസിലോ പ്രവർത്തിക്കുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ പേടിയാവുന്നു എന്ന് പറഞ്ഞത് KC വേണുഗോപാലിന്റെ ഭാര്യ ഡോക്ടർ ആശയാണ്. അവർ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കാൻ പുസ്തകം വരെ കഴിഞ്ഞ ദിവസം അവരുടെ പുസ്തകം റിലീസ് ചെയ്തു. അവർ പൊതുപ്രവർത്തന രംഗത്തിൽ നിന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവർക്കൊക്കെ വളരെ വൈകാരികമായ അറ്റാച്ച്മെന്റ് ഉള്ള ഉമാ തോമസിനെ പോലുള്ള ഒരാളാണ്. എന്തെങ്കിലും വിളിച്ചു പറയുന്ന ആളല്ല. ഒരു കാരണവശാലും CPMന് അനുകൂലമായ ഒരു നിലപാടും ഒരു വർത്തമാനവും പറയാത്ത ആളാണ്. അപ്പൊ വളരെ ലളിതമാണ് ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ മനുഷ്യനെ, അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള അതിഗുരുതര സ്വഭാവമുള്ള ശബ്ദ സന്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെതല്ല എന്ന് പേരിന് പോലും അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെയും നിഷേധിച്ചിട്ടില്ല.
അദ്ദേഹം തന്നെ ചെയ്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞ് പല വീഡിയോ ചാനലുകളിൽ, പല യൂട്യൂബ് ചാനലുകളിൽ പലരും പ്രസംഗിച്ചു, പലരും പറഞ്ഞു. ഇന്നേ വരെ ഒരു വിയോജനക്കുറിപ്പോ ഒരു വക്കീൽ നോട്ടീസോ അയച്ചിട്ട് പോലുമില്ല. ആ കോൺഗ്രസിൽ പോലും ഇയാൾ കോൺഗ്രസിന്റെ ഭാഗമാണോ അല്ലയോ എന്ന് പറയാൻ കേരളത്തിലെ കോൺഗ്രസിനോ അതിന്റെ സ്പോക്സ് പേഴ്സണോ പറ്റുന്നില്ല എന്നുള്ളത് കോൺഗ്രസിന് എത്തി നിൽക്കുന്ന ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ്. ഇടതുപക്ഷത്തിൽ നിന്നുള്ള ആരെങ്കിലും അല്ല ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇടതുപക്ഷക്കാര് സമരം ചെയ്തുകൊണ്ടല്ല ഈ ആക്ഷൻ എടുത്തിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരാൻ പാടില്ല എന്നോ വന്ന സമയത്ത് നമ്മൾ കണ്ടതാ. ഇടതുപക്ഷ ബെഞ്ചിൽ നിന്ന് ആരും കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ശരിയാണെങ്കിൽ ഒരു കുറിപ്പ് രാഹുലിന് കിട്ടുന്നു, രാഹുൽ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. പക്ഷേ കേരളത്തിലെ പാർട്ടിയെ മൊത്തം AICCയെയും KPCCയെയും VD സതീശനെയും എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ തീരുമാനത്തിന് മുകളിൽ പറക്കാൻ മാത്രമുള്ള എന്ത് സംഗതിയാണ് ഈ മനുഷ്യന്റെ കയ്യിലുള്ളത്, എന്ത് ഇൻഫർമേഷനാണ് ഈ ചങ്ങാതിയുടെ കയ്യിൽ ഉള്ളത് എന്നുള്ളത് ആളുകൾ മുഴുവൻ സംശയത്തിലാക്കുന്ന കാര്യമാണ്. ആ പോയിന്റിൽ തന്നെ കേരളത്തിലെ കോൺഗ്രസ് മൊത്തത്തിൽ ഡിഫെൻസീവിലാണ്, ലജ്ജാകരമായ ഡിഫെൻസീവിലാണ്. EDയുടെ മുഖ്യമന്ത്രിയുടെ മകനെതിരെ നോട്ടീസ് കൊടുത്തു. ലൈഫ് മിഷനിലാണെന്ന് ആദ്യവും, പിന്നെ ലാവ്ലിൻ കേസ്, ലാവ്ലിൻ ഇടപാട് നടക്കുന്ന സമയത്ത് ഈ വിവേക് എന്ന് പറഞ്ഞ ആളെ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുകയാണെന്ന് ഓർമ്മിക്കണം. 37 കൊല്ലം മുമ്പത്തെ കാര്യത്തിനാണ് 2000 കേസ് രജിസ്റ്റർ ചെയ്തിട്ട് 2023 കത്തയച്ചു എന്ന് പറയുന്നു. അതിനുശേഷം 2025 മനോരമയിലൂടെ വാർത്ത പുറത്തു വരുന്നു. ഇതുപോലൊരു വാർത്ത കഴിഞ്ഞ കൊല്ലം വന്നിട്ടുണ്ടായിരുന്നു. ദുബായിൽ എക്സാലോജി കമ്പനിയിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടക്കുന്നു എന്ന് പറഞ്ഞിട്ട്, എന്താ പറയുക, ട്രാൻസാക്ഷൻസ് നടക്കുന്നു. ആ എക്സാലോജിക്ക് വേറൊരാളുടേതായിരുന്നു, ഒരു കോഴിക്കോടുകാരുടെ കമ്പനിയായിരുന്നു. വീണയായിട്ട് ഒരു ദിവസം കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞു പോയ വാർത്തയാണ്. ആ വാർത്ത ചർച്ച ചെയ്യാനാണെങ്കിൽ ഞാൻ 100% ഹാപ്പിയാണ്. പക്ഷെ കോൺഗ്രസ്സുകാരോട് ചോദിക്കുന്ന ലളിതമായ ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരമില്ല എന്നുള്ളത് നിങ്ങളെ വല്ലാതെ ജനങ്ങളുടെ മുന്നിൽ എന്താ പറയാ വിവസ്ത്രരാക്കി നിർത്തുന്നുണ്ട്. അത് കേരളത്തിലെ കോൺഗ്രസിന് ഒരു കാരണവശാലും യോജിച്ച കാര്യമല്ല. കാരണം ശക്തമായ ഒരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടാവണം. അടുത്ത 6 വർഷവും കേരളത്തിൽ സ്ട്രോങ് ആയ ഒരു പ്രതിപക്ഷം കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളത് കൊണ്ട്. ശരി, ഇവിടെ ശ്രീകുമാർ, ഇപ്പോ നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ റിട്ടേൺ ആണോ? ഷാഫി പറമ്പിൽ ഈ ആക്രമണത്തിന് ഇരയായി ആശുപത്രിയിൽ കിടന്നപ്പോൾ രാഹുൽ അവിടെ വരികയും നടത്തിയ പ്രതികരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ തരുണത്തിൽ ഒരു ചർച്ചയിലേക്കൊക്കെ വഴിവെച്ചിരുന്നു. എന്ന് മാത്രമല്ല, ചില ഇടങ്ങളിൽ നിന്നൊക്കെ, ഉപശാലകളിൽ നിന്നൊക്കെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും രാഹുൽ തന്നെ വരും എന്നൊക്കെയുള്ള വാർത്തകൾ വന്നു. അത് അസ്ഥാനത്തായി ഇന്ന് പുതിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ പലരും വിചാരിച്ചതുപോലെ, രമേശ് ചെന്നിത്തല പോലും വിശ്വസിച്ചതുപോലെ ഉള്ള ഒരു തീരുമാനമല്ല എങ്കിൽ പോലും ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. നമുക്ക് അടുത്ത റൗണ്ടിൽ പോവാം. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ റിട്ടേൺ ആണോ? കോൺഗ്രസ് പതിയെ അതിനോട് സമരസപ്പെടുകയാണോ? എന്ത് തോന്നുന്നു? നോക്കൂ ശ്രീ അഭിലാഷ്, രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സിൽ പ്രാഥമിക മെമ്പർഷിപ്പിൽ ഇപ്പോൾ ഇല്ല. പക്ഷേ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. ഞാൻ കോൺഗ്രസ്സുകാരനല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാത്രത്തോളം കാലം അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം പാർട്ടിയിൽ അദ്ദേഹത്തിനെതിരെ ചില ആക്ഷേപങ്ങൾ വന്നപ്പോൾ പ്രാഥമിക നടപടി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അപ്പോൾ കോൺഗ്രസ്സുകാരനാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ ആ കോൺഗ്രസ്സുകാരനോടൊപ്പം നാട്ടിലുള്ള ഏത് പൗരനും ഒപ്പം ചേരാൻ ഒരു കുഴപ്പമില്ല. CPMൻ്റെ ഒരു ശൈലിയല്ല ഇവിടെ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. CPMൻ്റെ ശൈലി എന്താണെന്നുള്ളത് നമ്മൾ TP ചന്ദ്രശേഖരൻ മതത്തിൽ കണ്ടതാണ്. അതായത് പാർട്ടിയുടെ നിലപാട് അദ്ദേഹം കുലംകുത്തി എന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. അപ്പോൾ അച്യുതാനന്ദനോട് പത്രലേഖകൾ ചോദിച്ചു, കുലംകുത്തി എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അച്യുതാനന്ദൻ പറഞ്ഞു, അത് മിസ്റ്റർ വിജയൻ്റെ അഭിപ്രായം, പാർട്ടിയുടെ അഭിപ്രായമല്ല. ഇത് ആ പാർട്ടിയിൽ പണ്ട് നടന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരാൾ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞാൽ ആ കോൺഗ്രസ്സുകാരനോടൊപ്പം ഏതൊരു കോൺഗ്രസ്സുകാരനും കൂട്ടുചേരാം. പക്ഷേ പാർട്ടിയുടെ ഔദ്യോഗിക വേദികളിൽ പാർട്ടി നേതൃത്വം അദ്ദേഹത്തെ ക്ഷണിച്ചിരുത്തണമെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള സസ്പെൻഷന്റെ കാലാവധി കഴിഞ്ഞ് അദ്ദേഹം വിശദീകരണം കൊടുത്ത് അതിനുശേഷം കാര്യമല്ലേ? ശരി, കോൺഗ്രസിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള വേദിയിൽ രാഹുൽ വരണമെങ്കിൽ സസ്പെൻഷൻ പിൻവലിക്കണം. അതൊരു സാങ്കേതിക കാര്യമല്ലേ? ഇപ്പോ ഇന്ന് രാഹുലിനൊപ്പം അണിനിരന്നവർ, രാഹുലിനെ തോളിലേറ്റിയവർ കോൺഗ്രസ്സുകാരല്ല, ലീഗുകാരല്ല എന്ന് വാദിക്കാൻ കഴിയുമോ? പറ്റില്ല. അവിടുത്തെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രാദേശിക സംവിധാനങ്ങളുടെ ഭാരവാഹികളും പഞ്ചായത്തുകളുടെയും മറ്റ് സംവിധാനങ്ങളുടെയും ഒക്കെ ഭാരവാഹികളും ജനപ്രതിനിധികളും ഒക്കെയാണ് അവർ. അപ്പോൾ കോൺഗ്രസ് ഒരു നടപടി എടുത്തു. അത് പാർട്ടി പ്രവർത്തകരും മുന്നണി പ്രവർത്തകരും സ്വീകരിക്കുന്നില്ല. അവർക്ക് പാർട്ടിയേക്കാൾ വിശ്വാസം രാഹുലിനെയാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരില്ലേ? അപ്പോൾ അല്ല, അതൊരു നല്ല ചോദ്യമാണ് ശ്രീ അഭിലാഷ്. അതായത് ഈ പാലക്കാട് രാഷ്ട്രീയമാണ് അതിൻ്റെ പിന്നിൽ.
എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ലക്ഷ്യമിട്ട് CPM കുറേ എനിക്ക് എക്കോ വരുന്നുണ്ട് കേട്ടോ, CPM കുറേ കാലമായിട്ട് അവിടെ ഇവരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ചില രാഷ്ട്രീയ ആയുധങ്ങൾ തേച്ചു മിനുക്കുന്ന എന്നൊരു വാർത്ത നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു തീവ്രമായ വികാരം കോൺഗ്രസ്സുകാരിലുണ്ടാവും. കാരണം കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തപ്പോൾ അദ്ദേഹം പാർട്ടിക്കെതിരെ അല്ല പ്രതികരിച്ചത്, അദ്ദേഹം പാർട്ടിക്കെതിരെ ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയി. അദ്ദേഹം കുറച്ചു കാലം നിശബ്ദനായിരുന്നു. അതിനുശേഷം പാലക്കാട് MLA എന്ന നിലയ്ക്ക് വന്നാൽ ഇവിടെ കാല് കുത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു, ഭീഷണിപ്പെടുത്തിയപ്പോൾ അദ്ദേഹം കാല് കുത്താൻ തീരുമാനിച്ചു. ഒരു ചെറുപ്പക്കാരൻ്റെ മാനസികാവസ്ഥ, അതായത് രാഷ്ട്രീയത്തിലെ തീവ്രമായ വികാരം ഉണ്ടാകുമ്പോൾ എതിർ രാഷ്ട്രീയ കക്ഷികളെ മണ്ടത്തരം കാണിക്കുമ്പോൾ ആ നേതാക്കൾ ആലോചിക്കണം. എന്താലോചിക്കണം? ഞങ്ങളൊരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവിനെയാണ് വെല്ലുവിളിക്കുന്നതെന്ന്. എന്ന് വെച്ചാൽ അണികളും അനുഭാവികളും വിശ്വാസികളും ഒപ്പമുള്ള ഒരു യുവ നേതാവിനെ വെല്ലുവിളിക്കുമ്പോൾ എതിർ രാഷ്ട്രീയ കക്ഷി ഒരു നിമിഷം ആലോചിക്കണം. കാരണം ഇവിടെ തീവ്രമായ രാഷ്ട്രീയ വികാരം വരുമെന്നുള്ളത്. ആ തീവ്രമായ രാഷ്ട്രീയ വികാരം അവിടെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ തോളിലേറ്റുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്, അല്ലെങ്കിൽ UDF പ്രവർത്തകരാണ്, അല്ലാതെ CPM-കാരല്ലല്ലോ. ഇന്നിപ്പോൾ പാലക്കാട്ട് പിരായിരി പഞ്ചായത്തിൽ ഈ പിരായിരി പഞ്ചായത്തിൻ്റെ സ്വഭാവം അഭിലാഷിന് അറിയാമല്ലോ. കഴിഞ്ഞ തവണ ഏതാണ്ട് 8,000 വോട്ടുകൾക്ക്, കൃത്യമായ കണക്ക് രാജുവിനറിയാം, ഏതാണ്ട് 8,000 വോട്ടുകൾക്ക് ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭാവന നൽകിയ ഒരു പഞ്ചായത്താണത്. ആ പഞ്ചായത്തിലെ ജനങ്ങളുടെ ഒരു കാര്യത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ അദ്ദേഹത്തെ തടയുക എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ MLA എന്നുള്ള അവകാശത്തെ നിഷേധിക്കലാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല. CPM-ൻ്റെ മന്ത്രി സജി ചെറിയാനോട് ചോദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA സ്ഥാനത്തെക്കുറിച്ച്. അപ്പോൾ സജി ചെറിയാൻ പറഞ്ഞു അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ഇവിടെ മുകേഷിൻ്റെ കാര്യം വന്നപ്പോഴും CPM നിലപാടെടുത്തു. അതേ നിലപാട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലും എടുത്തു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പിരായിരി പഞ്ചായത്തിൽ വരുമ്പോൾ അദ്ദേഹത്തെ തടയാനായിട്ട് DYFI-യും BJP-യും ഒക്കെ രംഗത്ത് വന്നു. അദ്ദേഹം കാറിൽ നിന്നിറങ്ങി, അദ്ദേഹം നടന്നുപോയി, അദ്ദേഹത്തെ ജനങ്ങൾ സ്വീകരിച്ചു. അദ്ദേഹത്തെ സ്വീകരിച്ച കൂട്ടത്തിൽ സ്ത്രീകളെയും ഞാൻ കണ്ടു, വീട്ടമ്മമാരെ കണ്ടു. അപ്പോൾ എന്താ വെച്ചാൽ ജനങ്ങൾക്ക് അദ്ദേഹത്തെ വിശ്വാസമാണ്. ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല പാർട്ടിയെ വിശ്വാസമില്ല എന്നാണോ എന്ന് ഞാൻ ചോദിച്ചത് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ്. പാർട്ടിയെ, കോൺഗ്രസിനെ, അതിന്റെ നേതാക്കളെ, ആ നേതൃത്വത്തിന്റെ തീരുമാനത്തെ നിങ്ങളുടെ അണികൾ വിശ്വസിക്കുന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതായത് നേതൃപരമായ തീരുമാനം എന്ന് പറയുന്ന അച്ചടക്ക നടപടിയാണ്. അച്ചടക്ക നടപടി അവിടെ വശത്തുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അയാൾ അതേ MLA ആണ്. നേരെ മറിച്ച് MLA അല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിലാണ് പാലക്കാട് പോകുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല. MLAയുടെ ജോലി ചെയ്യണം എന്ന് പറയുന്ന ആരാ? ഈ CPM-കാർ എപ്പോഴും പറയുന്നു MLA ആണെങ്കിൽ CPM അവർ മാത്രമല്ല, നമ്മുടെ ചാനലിലുള്ള ചില അഭിപ്രായ സ്വരൂപകരും പറയുന്നുണ്ട് ഒരു MLA ചെയ്യേണ്ടത് എന്താണ്? അസംബ്ലിയിൽ പോകണം, അതുപോലെ ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടണം. രാഹുൽ മാങ്കൂട്ടത്തിൽ അസംബ്ലിയിൽ ഒരു ദിവസം പോയി പിന്നെ തിരിച്ചു വന്നാണ് അസംബ്ലിയിൽ നിന്ന് മറ്റു വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ പോകാതിരിക്കാൻ വേണ്ടി പിന്നെ പോകാതെ പാലക്കാട്ട് വന്നു. അതേ MLA ആണ്. ആ MLAക്കുള്ള പിന്തുണ അവർ ജയിപ്പിച്ച MLA, UDF ജയിപ്പിച്ച MLA, CPM-കാർ തോൽപ്പിക്കാൻ ശ്രമിച്ച MLA, CPM-കാരെ 3-ാം സ്ഥാനത്തേക്ക് തള്ളിവിട്ട് 18,000 വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിന് 3,000-ൽ നിന്നും 15,000 വോട്ടായി വർദ്ധിപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ MLA വരുമ്പോൾ ആ MLAയെ തോളിലേറ്റുന്നു. അവിടെ ജനങ്ങളെ MLA തോളിലേറ്റുമ്പോൾ കോൺഗ്രസ്സുകാർ മാത്രമല്ല, അവിടെ മുസ്ലിം ലീഗുകാരുണ്ട്. വാദിക്കാം. ശരി, അതാണല്ലോ പോയിന്റ്. ശ്രീ VP ശ്രീപത്മനാഭൻ, BJP 2ാം സ്ഥാനത്തുള്ള മണ്ഡലമാണെന്ന് മാത്രമല്ല 2021-ൽ BJP ഏറ്റവും ക്ലോസ് ആയി വന്ന മണ്ഡലം കൂടിയാണ്. അവിടുത്തെ MLA-ക്കെതിരെ ബഹിഷ്കരണാഹ്വാനം നടത്തുന്നു. ഞങ്ങൾ കാല് കുത്തിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. പക്ഷേ MLA കാല് കുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടി നടപടിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും പ്രവർത്തകരുടെ പിന്തുണ, അതല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങളുടെ പിന്തുണ ഒക്കെ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഈ തരത്തിലുള്ള പ്രതിഷേധ സ്ട്രാറ്റജി രണ്ടു കൂട്ടരും, LDF-കാരും BJP-കാരും കൈക്കൊള്ളുന്നതാണല്ലോ. ആ സ്ട്രാറ്റജി കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവുന്നുണ്ടോ? അല്ല, ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നടന്നിരിക്കുകയാണ്. അതായത് ഇവിടെ കോൺഗ്രസ് വലിയ തെളിഞ്ഞ വെള്ളത്തിൽ നിൽക്കുക. ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി, ഞങ്ങൾ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. VD സതീശൻ പറഞ്ഞെന്താ, എല്ലാവരും കൂടി ആലോചിച്ച് ഗുരുതരമായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ കൂടിയാലോചന നടത്തിയെടുത്ത തീരുമാനമാണ്. ഇതൊക്കെ ഹമ്പക്കാണ് അഭിലാഷേ, ഹമ്പക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത തവണയും എഴുതി വെച്ചോളൂ,
അടുത്ത തവണയും പാലക്കാട് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കും. കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിക്കും. ഇത് തട്ടിപ്പാണ്. ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ എടുത്ത രാഷ്ട്രീയ നിലപാട് ഇപ്പോൾ സഹായകരമായി. ഞങ്ങളുടെ നിലപാട് എന്താ അറിയോ? ഇയാളെ കോൺഗ്രസ് പുറത്താക്കുകയോ പുറത്താക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് നമ്മുടെ വിഷയമല്ല, ജനങ്ങളെ വിഷയമല്ല. ഇദ്ദേഹത്തെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ പുറത്താക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അതും ഞങ്ങളുടെ വിഷയമല്ല. ഇദ്ദേഹത്തെ പോലത്തെ ഒരാൾ കേരള നിയമസഭയിൽ പാലക്കാട് അസംബ്ലി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് തുടരാൻ പാടില്ല. ഇദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണം. ഇവിടെ ഈ ഇത്തരത്തിലുള്ള ലൈംഗികാരോപണങ്ങളൊന്നും അല്ല. സാമ്പത്തികമായി ചില കുംഭകോണങ്ങളിൽ, ചില എന്താ പറയുക, സ്കാമുകളിൽ ഉൾപ്പെട്ടു എന്ന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല എന്ന രീതിയിലുള്ള ആരോപണം വന്ന് കോടതിയിൽ കേസ് വന്നപ്പോൾ ഇവിടെ എത്ര വലിയ വലിയ ആൾക്കാർ രാജിവെച്ചിട്ടുണ്ട്. വലിയ എല്ലാവരും പറയുന്നൊരു ഉദാഹരണമുണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ പറയാൻ പാടില്ല. റെയിൽവേ അപകടമുണ്ടായി എന്നറിഞ്ഞപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെച്ച ആളുകളെ പറ്റി. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഒരു വ്യക്തിക്കെതിരെ ഗുരുതരമായ ആരോപണം വരുന്നു. ആ ആരോപണം ആ വ്യക്തി നിഷേധിക്കുന്നില്ല. ഏറ്റവും വലിയ രസം എന്താ അറിയോ? വന്ന 3 ആരോപണങ്ങൾ, 2 സ്ത്രീകൾ അവർക്ക് ലൈംഗികമായ ചോയുള്ള മെസ്സേജുകൾ അയച്ചു എന്ന ആരോപണം ഈ വ്യക്തി നിഷേധിച്ചിട്ടില്ല. 3-മത് അറിയാലോ, ഒരു ടെലിഫോൺ സംഭാഷണം, അതും ഈ വ്യക്തി നിഷേധിച്ചിട്ടില്ല. അവർ കേസിനും കോടതിക്കൊന്നും പോയിട്ടില്ല. കാരണം കേസിനും കോടതിക്കും പോകണമെന്ന് നിയമമൊന്നുമില്ലല്ലോ, അങ്ങനെ നിർബന്ധമില്ലല്ലോ. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് നിർബന്ധമായിട്ട് കേസ് കൊടുക്കണമെന്ന്? അവരത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെ പരസ്യമായി പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ വ്യക്തി അത് നിഷേധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി ഞങ്ങൾ പറയുന്നു കുറ്റമേറ്റിരിക്കുകയാണ്. അങ്ങനെ കുറ്റമേറ്റ, സ്വയം ഏറ്റ ഒരു വ്യക്തി ഈ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നാണ് ഞങ്ങളുടെ വാദം. പക്ഷേ കോൺഗ്രസ്സുകാരെന്താ പറഞ്ഞത്? ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾ പുറത്താക്കി. എന്ത് പുറത്താക്കി? ആരെ പുറത്താക്കി? ആരെ പുറത്താക്കിയിട്ടില്ല. അതൊക്കെ തട്ടിപ്പാണ്. ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ അറിവോട് കൂടിയാണ് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ സംഘടിച്ച് വന്ന് രാഹുൽ മാങ്കൂട്ടത്തെ തോളിലേറ്റി നടന്നത്, സിന്ദാബാദ് വിളിച്ചത്. ആ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോട് കൂടി ചെയ്തതാണ്. മാത്രവുമല്ല, വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ആയിരുന്നെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയെ ആ പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള ബൂത്ത് തലത്തിലോ മണ്ഡലം തലത്തിലോ ബ്ലോക്ക് തലത്തിലോ അല്ലെങ്കിൽ ജില്ലാതല ഉത്തരവാദിത്തമുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തകൻ തോളിലേറ്റിയാൽ, പരസ്യമായി സ്വീകരിച്ചാൽ അച്ചടക്ക നടപടി ഉണ്ടാവും. പുറത്താക്കിയവനെ കൂടെ കൂടെ നടക്കുന്നവനെയും പുറത്താക്കണം, അല്ലെങ്കിൽ അച്ചടക്ക നടപടി സസ്പെൻഡ് ചെയ്യണം. ഇതൊന്നും സംഭവിക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇത് കോൺഗ്രസിന്റെ തട്ടിപ്പ് പുറത്തു വന്നില്ലേ? ഞാനതാ പറയുന്നത്, എഴുതി വെച്ചോ. രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടാവും. കോൺഗ്രസിന്റെ തട്ടിപ്പ് പുറത്തു വന്നിരിക്കുന്നു. ശരി, ശ്രീ രാജു പി നായർ, VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്, വളരെ ക്ലാരിറ്റിയോടുകൂടി ഈ വിഷയത്തെ അഭിസംബോധന ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനമാണ്. അത് കേൾക്കുന്നവർക്ക് വളരെ വ്യക്തമാണ്. അതിന്റെ വിശദാംശങ്ങൾ പോലും ആവശ്യമില്ല. ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള തീരുമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഒരു കടലിങ്ങ് ഇളകി വന്നാലും അതിൽ നിന്ന് മാറില്ല. കേരളമാകെ ഒരു കടലായി അലയടിച്ചാലും ഞങ്ങളുടെ ബോധ്യത്തിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ ആ വിഷയം കോൺഗ്രസ് അത്രമേൽ സുചിന്തിതമായി ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ സംഭാഷണത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിരുന്നു. അതിനുശേഷം സംഭവിച്ചത് എന്താണ്, സംഭവിക്കുന്നത് എന്താണ്? അതാണ് കൗതുകകരമായി തോന്നുന്ന കാര്യം. കോൺഗ്രസിന്റെ ബോധ്യങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? കോൺഗ്രസിന്റെ ബോധ്യങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത നടപടി ആ നടപടിയിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, PK ശശിയെ ഈ പരാതി ഉണ്ടായിട്ട്, പാർട്ടിക്കകത്ത് പരാതി ഉണ്ടായിട്ട് ഈ സർക്കാർ പോലീസിലേക്ക് ആ പരാതി പോലും കൊടുക്കാതെ അവസാനം സസ്പെൻഡ് ചെയ്ത് നിർത്തി. PK ശശിക്ക് അയിത്തം പ്രഖ്യാപിച്ചിരുന്നു. അവിടെ PK ശശിക്ക് അയിത്തം പ്രഖ്യാപിച്ചു. അയാൾ MLA എന്നുള്ള നിലക്കുള്ള അയാളുടെ ബാക്കിയുള്ള സമയത്ത് അദ്ദേഹം പ്രവർത്തിച്ചില്ലേ? അവിടെ ആരെങ്കിലും അയിത്തം പ്രഖ്യാപിച്ചോ? ഇപ്പൊ പ്രേംകുമാർ വിടുന്ന് പറയുന്നുണ്ടല്ലോ. പ്രേംകുമാർ ഒരുപക്ഷെ ഈ ഇരട്ടമുഖമുള്ളതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ പ്രേംകുമാർ ഒന്ന് പറയണം, PK ശശിക്കും ഈ കാസർഗോഡ് ഉണ്ടായിരുന്ന CKP പത്മനാഭന്റെ മകൾ ആരോപണം ഉന്നയിച്ച P ശശി ഇന്ന് അവിടെ ഇരിപ്പുണ്ടല്ലോ. നിങ്ങൾ അയാൾക്ക് അയിത്തം കൽപ്പിച്ചിട്ടുണ്ടോ? അതൊന്നും അയിത്തം കൽപ്പിക്കാതെ ഈ MLA അവിടെ ചെല്ലുമ്പോൾ MLA കണ്ട ആരാ അയിത്തത്തിന്റെ ആവശ്യം എന്താ? അയാളുടെ നിയോജക മണ്ഡലം, അയാൾ പ്രവർത്തിച്ച സംഘടനയിലുള്ള ആൾക്കാർ. അഭിലാഷേ, നാളെ പിണറായി വിജയനെതിരെ ശക്തമായിട്ടൊരു സ്റ്റോറി ചെയ്താൽ അഭിലാഷിനെതിരെ, ഒരുപക്ഷെ വിനു വി ജോണിനെതിരെയും മറ്റുള്ളവർക്കെതിരെ ഉണ്ടായ പോലെ ആക്രമണം ഉണ്ടാവും.
അഭിലാഷൻ ഞാനും തമ്മിൽ പരിചയമുള്ള അഭിലാഷിനെ എവിടെയെങ്കിലും തടഞ്ഞു നിർത്തണുണ്ടെങ്കിൽ ഞാൻ വന്ന് അഭിലാഷിനെ സംരക്ഷിക്കാൻ നിൽക്കില്ലേ? അഭിലാഷൻ എൻ്റെ പാർട്ടി ചെയ്തുകൊണ്ടാണോ? അല്ലല്ലോ. അവിടെ അവർക്കുള്ള ബന്ധങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ആ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ പല ആൾക്കാരും ചെയ്യും. ഞങ്ങൾ മാതൃകാപരമായ നടപടിയെടുത്ത് കോൺഗ്രസിന്റെ സംരക്ഷണമില്ല, പാർലമെന്ററി പാർട്ടിയുടെ സംരക്ഷണമില്ല, പ്രത്യേക ബ്ലോക്കായിട്ടിരുത്തി ഈ നാടകം കളിക്കുന്നതിന് പകരം CPM-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്യേണ്ടത് അയാൾക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾക്കെതിരെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക. അത് പറ്റാത്ത ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ കൊണ്ടുപോയിട്ട് കാണിക്കുന്നതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല. പ്രേംകുമാർ ഇവിടുന്ന് പറയുകയാണ്. പ്രേംകുമാർ പറയില്ല. പേരാമ്പ്രയിൽ നടന്ന ആക്രമണത്തിൽ പ്രേംകുമാർ മുന്നോട്ട് വെച്ച വാദം എന്തായിരുന്നു? പ്രേംകുമാർ മുന്നോട്ട് വെച്ച വാദം അതിനകത്ത് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ ഷാഫിയെ ആക്രമിച്ചു എന്നുള്ള നിലയ്ക്കല്ലേ? ട്രോളുകളായിട്ടൊക്കെ പോസ്റ്റ് ഇട്ടല്ലോ. അവിടുത്തെ CPM മുഴുവൻ എടുത്ത നിലപാട് ഷാഫിയെ ആക്രമിച്ചത് CPM പോലീസല്ല, യൂത്ത് കോൺഗ്രസ്സുകാരാണെന്നല്ലേ? മഷിയൊടിച്ചതാണെന്ന് ഇവർ പറഞ്ഞില്ലേ, മന്ത്രിമാർ മുതൽ. അവസാനം അവിടുത്തെ SP വളരെ കൃത്യമായിട്ട് പറയുന്നു, ഗൂഢാലോചനയോടുകൂടി പോലീസിനകത്ത് നിന്ന് ഷാഫിയെ മാത്രം ലക്ഷ്യമിട്ട് ലാത്തി കൊണ്ടടിച്ചു ഇല്ലേ? നാളെ ഉളുപ്പുണ്ടെങ്കിൽ പ്രേംകുമാർ ഇവിടെ നിന്ന് പറയുമോ? പ്രേംകുമാർ മറ്റേ ഇന്ന് സംസാരിക്കേണ്ടത് ഇല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ, ഇത്തരത്തിലുള്ള ഈ അജണ്ട മാറ്റൽ എല്ലാം ഉണ്ട്. പിന്നെ ശ്രീപത്മനാഭൻ അയ്യോ ഒന്ന് പറയണം, എന്തൊരു ധാർമ്മിക ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉന്നാവൂലെ ആ MLA ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കോടതി ശിക്ഷിച്ചതിന് ശേഷം ആ ബ്രിജ്ഭൂഷൺ സിംഗിനെ ഒന്ന് പുറത്താക്കാൻ വേണ്ടി നമ്മുടെ പാവപ്പെട്ട താരങ്ങൾക്ക് അവിടെ കിടന്ന് അടികൊള്ളേണ്ടി വന്നു. ഡൽഹിയിൽ നടുറോഡ് അടികൊള്ളേണ്ടി വന്നു. അതിനൊക്കെ വന്ന് വാഴ്ത്തുപാട് പാടിയ ശ്രീപത്മനാഭൻ ഇപ്പൊ മറ്റേ കുറിച്ച് മിണ്ടൂല. ഞാൻ പറഞ്ഞില്ലേ അഭിലാഷൻ, ഞാൻ ചോദിക്കട്ടെ, ED സമൻസ് കൊടുത്തിട്ട് ഇത് പുറത്തു പറയാതിരുന്ന BJP-യുടെ കാര്യം പറഞ്ഞല്ലോ. ഈ വാർത്ത വന്നിട്ട് രാജീവ് ചന്ദ്രശേഖർ ഇതുവരെ മിണ്ടിയിട്ടില്ല. ശ്രീപത്മനാഭൻ ഇന്നലെ ഞാനുമായിട്ടൊരു ചർച്ചയിലുണ്ടായിരുന്നു. അതിനകത്ത് വെച്ച് അദ്ദേഹം മറ്റേ BJP-യെ പ്രതിരോധിക്കുന്ന പോലെ അങ്ങോട്ടേക്ക് പൊട്ടിത്തെറിച്ചു. സാധാരണ മറുപടി ഇല്ലാതെ വരുമ്പോഴാണ്. BJP-യുടെ കേരള നേതൃത്വം പോലും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ സമൻസ് വന്നിട്ട് അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. അതാണ് ഞങ്ങൾ പറയുന്ന. പ്രേംകുമാർ കേട്ടോ, ഞങ്ങൾ പറയുന്നത് അറിയോ? ഈ BJP പിണറായി വിജയൻ കൊടുക്കുന്ന സംരക്ഷണത്തെ കുറിച്ച് ഞങ്ങൾ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട്ടെ ജനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന പരിചയമുള്ള സഹപ്രവർത്തകർ കൊടുക്കുന്ന സംരക്ഷണമല്ല, പിണറായി വിജയന് BJP കൊടുക്കുന്ന സംരക്ഷണം. അതാണ് കേരളം ചർച്ച ചെയ്യേണ്ടത്. കാരണം ആ സംരക്ഷണത്തിന് വേണ്ടിയാണ് കേരളത്തിലെ മതേതരമായ കേരളത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് വർഗീയത ഉണ്ടായിക്കൊണ്ട് BJP-ക്കിടെ കൊടുക്കുന്നത്. ഈ SP എവിടത്തെയായിരുന്നു? RSS-ന്റെ പരിപാടിയിൽ അല്ലെ SP പങ്കെടുത്തത്? RSS-ന്റെ പരിപാടിയിൽ SP-യെ പറഞ്ഞു വിട്ടത് ആരാ? ഈ RSS-ന്റെ തീവ്രവാദികളായിട്ടുള്ള നേതാക്കന്മാരുടെ അടുത്തേക്ക് ഈ അജിത് കുമാറിനെ പറഞ്ഞു വിട്ടത് ആരാ? ഇതെല്ലാം മകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നില്ലേ? ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് BJP, അമിത്ഷാ, നരേന്ദ്രമോദി അതേപോലുള്ള സംഘപരിവാർ പിണറായി വിജയൻ കൊടുക്കുന്ന സംരക്ഷണം മുഖ്യമന്ത്രിക്ക് BJP സംരക്ഷണം നൽകുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ചാർജ്. അതിന് അവരവരുടെ അവസരങ്ങൾ BJP മറുപടി പറയും. പ്രേംകുമാറും അതിനോട് പ്രതികരിക്കും. ശ്രീ പ്രേംകുമാർ, തെരഞ്ഞെടുപ്പ് വർഷമാണ് വരാൻ പോകുന്നത്. ഇനി 7-8 മാസമേ ഉള്ളൂ. അപ്പോൾ പുറത്തുണ്ടാകുന്ന ഓരോ ഇവന്റും നിർണായകങ്ങളാണ്. ഷാഫി പറമ്പിലിന്റെ കാര്യം നമുക്കറിയാം. പേരാമ്പ്ര പോലെ ഒരു പ്രദേശത്ത് ഉണ്ടായ കാര്യം താങ്കൾ തന്നെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ ഇതൊക്കെ പേരാമ്പ്രയിൽ ഇടയ്ക്കിടെ നടക്കുന്ന അടിയാണ് എന്ന് പറഞ്ഞു. പക്ഷേ പേരാമ്പ്രയിൽ ഇടയ്ക്കിടെ നടക്കുന്ന അടി പോലെയല്ല ഷാഫി പറമ്പിലിന് അടി കൊണ്ടാൽ എന്നുള്ളത് ഇപ്പോൾ എങ്കിലും ബോധ്യമായിട്ടുണ്ടാവുമല്ലോ. അടി തിരിച്ചടി എന്നുള്ളതിനപ്പുറത്ത് ഈ ഇവന്റുകളെല്ലാം കൂടിച്ചേർന്നാണ് പൊതുബോധം ഉണ്ടാവുന്നത്. അത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലിനും ഒക്കെ എതിരായിരുന്നു എങ്കിൽ അതിനെ അവർക്ക് തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് വേറൊരു തരത്തിൽ ഒരു ആളുകളുടെ ഏകീകരണം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം വേണോ വേണ്ടോ എന്ന് ആര് ചിന്തിക്കണം? അല്ല, തെരഞ്ഞെടുപ്പ് വർഷമാണ്. ഒരു 100-105 സീറ്റുകൾ കൂടുതലൊക്കെ LDF-ന് കിട്ടുക എന്നുള്ളത് LDF-ന് ദോഷമാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. വല്ലാത്തൊരു മെജോറിറ്റി. പക്ഷെ കോൺഗ്രസ്സുകാർ കുറച്ചു കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടാവേണ്ടതുണ്ട്. പേരാമ്പ്ര എൻ്റെ സ്വന്തം ജനിച്ചു വളർന്ന നാടാണ്. ഞാൻ അതിനെപ്പറ്റി എഴുതിയിട്ടുള്ളത്. അവിടെ രാഷ്ട്രീയമായിട്ട് നല്ല വിയോജിപ്പുള്ള സ്ഥലമാണ്, കൃത്യമായ രാഷ്ട്രീയമുള്ളതാണ്. അവിടെ അടി നടക്കാറുണ്ട്. പക്ഷേ ആ അടിയിലൊന്നും ഇത്തരത്തിലുള്ള ഷോകളോ കാലുഷ്യങ്ങളോ ഉണ്ടാവാറില്ല. രാജു പി നായർ പറഞ്ഞു യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഷാഫിയെ തല്ലിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. പോലീസിന്റെ അടി കൊണ്ടിട്ടായിരുന്നാലും ആ തിക്കിന്റെ തിരക്കിനിടയിൽ ഏതെങ്കിലും സഹപ്രവർത്തകനെ മുട്ടോ തലയോ കൊണ്ടിട്ടാണെങ്കിലും അത് വേദനാജനകമാണെന്ന് തന്നെ ഞാൻ പറഞ്ഞത്. അത്യാസന്ന നിലയിൽ BMH-ൽ കിടന്നിരുന്ന ഷാഫി ഡിസ്ചാർജ് ചെയ്തു എന്ന് കാണുന്നു. നല്ല കാര്യം, അത് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. ഇനി ഷാഫി പറമ്പിൽ മറുപടി പറയേണ്ടിയിരുന്ന വളരെ പ്രസക്തമായ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിൽ. ഒന്ന്, വയനാട്ടിലെ വീടിന് വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസ എവിടെ, വീട് എവിടെ, കല്ലെവിടെ, സ്ഥലം എന്നുള്ളതായിരുന്നു. അതിനെപ്പറ്റി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല.
നിങ്ങൾ എനിക്ക് പകരമുള്ള ആളാണ്, ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് പാലക്കാട്ട് അവതരിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ടപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് നിങ്ങൾ പത്രക്കാര് ഷാഫിയുടെ പിന്നാലെ നടന്നിരുന്നു കുറേ ദിവസങ്ങളോളം. ഒരക്ഷരം ആ മനുഷ്യൻ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള പിന്നെതാ യൂത്ത് കോൺഗ്രസിന്റെ എന്താ പറയുക, ഇവരുടെ സൈബർ മീഡിയയുടെ നേതൃത്വത്തിൽ ഷാഫി ആർമി എന്നൊക്കെ പറഞ്ഞ ആളുകൾ VD സതീശനെയും KC വേണുഗോപാലിനെയും മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും സോഷ്യൽ മീഡിയയിലൂടെ തെറി വിളിക്കുന്ന സമയത്ത് നിങ്ങളടക്കമുള്ള എല്ലാ ചാനലുകളും പറഞ്ഞിരുന്നു ഇതൊരു ടീമിൻ്റെതാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയൊക്കെ പെടുന്ന. അതിനെപ്പറ്റി ഒരു അക്ഷരം ഈ ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ എല്ലാ ബഹളങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് അത് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് സത്യം. ഞാൻ അതിലും പറയുന്നു ഷാഫിയുടെ ഒരു ഷോ എലിമെന്റ് ഉണ്ടായിരുന്നു. കാരണം പേരാമ്പ്രയിൽ 2 ദിവസമായിട്ട് വലിയ ടെൻഷൻ നിൽക്കുകയാണ്. LDFന്റെ ആളുകളും UDFന്റെ ആളുകളും അല്ലെങ്കിൽ SFIയുടെ ആളുകളും UDSFന്റെ ആളുകളും. അവിടേക്ക് ഷാഫി പറമ്പിലല്ല ഏത് നേതാവ് എത്തിയാലും ചെയ്യേണ്ടത് ആ ടെൻഷൻ കുറയ്ക്കാനുള്ള ശ്രമമാണ്. പക്ഷെ ഷാഫി പറമ്പിൽ അതല്ല ചെയ്തത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് അന്നും വിയോജിപ്പെടുന്നു, ഇന്നും വിയോജിപ്പെടുന്നു. ഞാനത് ഇനിയും പറയുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മൂക്ക് പൊട്ടിയത് നല്ലതാണ് എന്നുള്ളതല്ല. ഇനി കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പെട്ടെന്ന് പുറത്താക്കിയ സമയത്ത് ഒരുവിധം രാഷ്ട്രീയ നിരീക്ഷകരും നിഷ്കുകളായ ആളുകളൊക്കെ പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ, ഇതാ UDFന് കോൺഗ്രസിന് ഒരു മോറൽ അപ്പർ ഹാൻഡ് കിട്ടാൻ പോകുന്നു. മുകേഷ് MLAക്കെതിരെ ആരോപണം വന്നപ്പോൾ അദ്ദേഹം രാജിവെച്ചിട്ടില്ല, പക്ഷേ ഇദ്ദേഹത്തിനെതിരെ രാജിവെപ്പിക്കുന്നു, സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. മുകേഷ് രാജിവെക്കണം തന്നെ വളരെ തെളിച്ചു പറഞ്ഞ ആളാണ്. ഞാൻ മാതൃഭൂമി തന്നെയും പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അഭിപ്രായം ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷേ അന്ന് VD സതീശന് കോൺഗ്രസ് എടുത്ത നിലപാട് പ്രതീക്ഷയോടെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്, ശ്രീപത്മനാഭനെ പറഞ്ഞതിനോട് ചോദിച്ചുകൊണ്ട് പറയട്ടെ, ഇത് ഇവരുടെ 100% കള്ളക്കളിയായിരുന്നു എന്നുള്ളത്. കാരണം ആളുകളുടെ കണ്ണിൽ പൊടിയിടാമെന്ന് വിചാരിച്ചിട്ട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും പാർട്ടിക്കാരനല്ലാതിരിക്കുന്നതല്ലെന്നേ. ഒരു പൊളിറ്റിക്സും ഇല്ലാത്ത ഒരാള് ഞാൻ കോൺഗ്രസ് ആണെന്ന് പറയുമ്പം കോൺഗ്രസ്സുകാരെ കൂടെ കൂടും. ഇത് അതല്ല. കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു സ്റ്റാർ MLA, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരാളെ റിനി എന്ന് പറഞ്ഞൊരു കുട്ടി പേര് വെളിപ്പെടുത്താതെ ഒരു പത്രസമ്മേളനം നടത്തിയതിന് 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ അത്രയും ഗ്രേവായ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടാണ്. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ കോൺഗ്രസ്സുകാർക്ക് പോകാൻ പറ്റും, അതിലൊരു കുഴപ്പമില്ല എന്ന് പറയുന്നത് എന്ത് വിചിത്രമായ ന്യായമാണെന്ന് എനിക്കറിയില്ല. പിന്നെ കോൺഗ്രസിന് ഇതൊക്കെ ശരിയാണ് കേട്ടോ. 5 പേര് ആത്മഹത്യ ചെയ്ത കോൺഗ്രസിലാണ് വയനാട്ടിലെ DCC പ്രസിഡന്റിനെ മാറ്റുന്നത്. DCC പ്രസിഡന്റിനെ മാറ്റിയാൽ എന്താ ചെയ്യുക? സാധാരണഗതിയിൽ സാധാരണ ഒരു പാർട്ടിയിൽ എന്താ ചെയ്യുക? മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ താഴെയുള്ള പൊസിഷനിലേക്ക് വെക്കുകയാണ്. പക്ഷെ കോൺഗ്രസിൽ അങ്ങനെയല്ല. DCC പ്രസിഡന്റ് മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് KPCC മെമ്പർ അല്ല AICC മെമ്പർ ആക്കും. ഇത് നമുക്ക് മനസ്സിലാവാത്തൊരു ലോജിക്കാണ്, കോൺഗ്രസിന്റെ വിചിത്രമായ ലോജിക്കാണ്. പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി പറയാം കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണെന്നാണ്. ഇവരെ കൊടുക്കുന്ന രീതിയിൽ ആൻസർ ചെയ്യേണ്ട രീതിയിലുള്ള ചോദ്യങ്ങൾ പൊതുവെ കേരളത്തിലെ മാധ്യമങ്ങൾ ചോദിക്കാറുമില്ല. പിന്നെ EDയുടെ കാര്യം പിന്നെയും പറയുന്നു. രാവണപ്രഭു റിലീസായി ഫുൾ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇതൊരു റിലീസ് സാധനമാണ്. 2020 എന്താ പറയാ ഇവര് ED ഈ കേസ് രജിസ്റ്റർ ചെയ്ത് 2020 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷന് മുമ്പേ 23 നോട്ടീസ് അയച്ചതെന്നാ പറയുന്നത്. എക്സ്ക്ലൂസീവ് വാർത്ത കിട്ടുന്ന 25 വാർത്തയിൽ ആദ്യം തെളിവോടെ പറയുന്ന ലൈഫ് മിഷനെ പറ്റിയിട്ടെന്നാ. അനിൽ അക്കരെ എന്ന് പറഞ്ഞൊരു ചങ്ങാതി എറണാകുളത്ത് പരാതി കൊടുക്കാൻ പോയിരിക്കുക, കൊടുത്തു അയച്ചു എന്നാ പറയുന്നത്. അപ്പോഴാണ് മനോരമയും മാതൃഭൂമിയും കളമാറ്റി ചവിട്ടുന്നത്. ഇത് അതിനെ പറ്റിയിട്ടല്ല, ഇത് ലാവ്ലിനെ പറ്റിയിട്ടാണെന്ന്. ലാവ്ലിൻ ഡീൽ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ആള് 8ാം ക്ലാസ് പഠിക്കുകയാണ് തലശ്ശേരിയിൽ, അയാൾ ഇതിൽ ഇൻവോൾവ് ആണെന്നാണ് പറയുന്നത്. കാർത്തികേയന്റെ കാലത്ത് തുടങ്ങിയ കേസാണ്. റിലീസ് പടങ്ങൾ നല്ലതാണ്. പക്ഷേ നമ്മൾ രാവണപ്രഭു കാണാൻ പോകുന്നത് അവസാനം മോഹൻലാൽ ആരെയാ കല്യാണം കഴിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല, ആ സീൻ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറയട്ടെ, ഇടതുപക്ഷത്തിന്റെ കൂടെ ആ കാലത്തും, അതായത് പഴയ ED ആരോപണങ്ങളും സ്വർണ്ണക്കള്ളക്കടത്തും ഒക്കെ ഉണ്ടായിരുന്ന സമയത്തും ചർച്ചയിൽ വന്നിരുന്ന ആളുടെ രീതിയിൽ എനിക്ക് വലിയ ഇഷ്ടമാണ് ആ കാര്യം ചർച്ച ചെയ്യാൻ. കാരണം കോൺഗ്രസും വലിയൊരു വിഭാഗം മീഡിയയും ഒരുപക്ഷെ ആ കാലത്ത് BJPയും ഇപ്പോഴും സുരേഷ് ഗോപിയാണ് പറയുന്നത് ED റെയ്ഡ് നടത്തുന്ന അയ്യപ്പന്റെ കേസ് തള്ളാൻ വേണ്ടിയിട്ടാണ്, അത് ഡൗൺ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സാധനത്തിൽ ഇടതുപക്ഷത്തിന്റെ CPMന്റെ കൂടെ നിന്നുകൊണ്ട് തെളിവുകളില്ലാത്തിടത്തോളം കാലം സംസാരിക്കാൻ യാതൊരു പ്രശ്നവുമില്ല. ഈ വിവേകിനെതിരെ, പിണറായി വിജയന്റെ മകനെതിരെ മുന്നേ ഒരു സാധനം വന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? SRITയുടെ കമ്പനിയിൽ ഇദ്ദേഹത്തിന് ബന്ധമുണ്ട്, ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പിതാവ് അതിൽ ബന്ധുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാതൃഭൂമിയിലെ തന്നെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. SRITയുടെ ഓണർ കേരളത്തിലെ വളരെ ഉന്നതനായ ഒരു കോൺഗ്രസിന്റെ നേതാവിന്റെ അടുത്ത ബന്ധുവാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല. എനിക്ക് വളരെ ബഹുമാനമുള്ള, അഴിമതിയുടെ അടുത്തുകൂടെ പോകാത്തൊരു മനുഷ്യന്റെ ബന്ധുവാണ്. ഇയാളും
പിണറായി വിജയന്റെ മകനും തമ്മിൽ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അയാളുടെ ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം മലയാള മനോരമ ഷോൺ ജോർജ്, VD സതീശൻ 3 മണിക്കൂറിനുള്ളിലായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അബുദാബിയിലുള്ള ADCB ബാങ്കിൽ എക്സാലോജി കമ്പനിയുടെ പേരിൽ കോടികളുടെ തിരിമറികൾ, ട്രാൻസാക്ഷൻസ് നടക്കുന്നു. സത്യമായിരുന്നു കാര്യം. പക്ഷേ ആ എക്സാലോജി കമ്പനി വീണയുടെ എക്സാലോജി കമ്പനി ആയിരുന്നില്ല. ഇങ്ങനെയുള്ള നനഞ്ഞ പടക്കങ്ങൾ, ഒരു ബേസും ഇല്ലാത്ത ക്യാമ്പയിൻസ് ഇറക്കി വിടുന്നത്, ഞാൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയട്ടെ, ഇടതുപക്ഷത്തിനും CPIM-നും വലിയ ഗുണമാവുന്ന കാര്യങ്ങളാണ്. മാത്യു കുഴൽനാടൻ സുപ്രീം കോടതി വരെ പോയിട്ട് കേസ് കൊട്ടയിലായിട്ട് തിരിച്ചു വരുമ്പം വളരെ തെളിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് എക്സാലോജിക്കും CMRL തമ്മിലുള്ള ഇടപാടുകൾ. അതിൽ ധാർമ്മിക പ്രശ്നമുണ്ട് എന്ന് സംശയിക്കുന്ന ആളുകൾക്ക് പോലും വേണ്ട മറുപടി ഉണ്ടായി കൊടുക്കുകയാണ് കോൺഗ്രസും മാത്യു കുഴൽനാടൻ ചെയ്യുന്നത്. അതുപോലുള്ളൊരു സാധനമാണ് EDയുടെ കേസ്. ഒരു ആരോപണം പറയുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബേസ് അതിന് വേണ്ടേ? ഇത്തരം സാധനങ്ങളും എടുത്തുകൊണ്ടാണ് കോൺഗ്രസ് ഇലക്ഷനിലേക്ക് പോകുന്നതെങ്കിൽ ഞാൻ ഭയപ്പെടുന്നത് ഇടതുപക്ഷത്തിന് 110 120 സീറ്റ് കിട്ടുകയും അത് ഇടതുപക്ഷത്തിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ശരി, അതാണ് ഇടതുപക്ഷത്തു നിന്നുള്ള ഒരു നിലപാട്. ഓക്കെ, ഞാൻ വരാം. ശ്രീകുമാർ, നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് വരുമ്പോൾ ഇന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന അധ്യക്ഷനെയും പ്രഖ്യാപിച്ചത്. കുറെ നാളുകളായി യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് നേതാവാര് എന്ന ചോദ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കും താങ്കളുടെ ജില്ലയിലുള്ള OJ ജനീഷാണ് പുതിയ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ. നല്ല ചെറുപ്പക്കാരനാണ്, എനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ നമ്മളവിടെ കാണേണ്ട ഒരു കാര്യം, യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ 2ാമത് വോട്ട് കിട്ടിയ 1.5 ലക്ഷത്തിലധികം വോട്ട് കിട്ടിയ ആൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, അതിന്റെ വോട്ടിങ്ങിനെ കുറിച്ച് ചില ക്രമക്കേട് ആരോപണങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും ആ തരത്തിലും ലെവൽ പ്ലേയിങ് ഫീൽഡ് നിഷേധിക്കപ്പെട്ട ആൾ എന്നുള്ള നിലയിൽ നമുക്ക് അബിൻ വർക്കിയെ കാണാവുന്നതാണ്. രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരിക്കും പുതിയതെന്ന ചോദ്യത്തിന് അബിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന രംഗം പിന്നീട് അദ്ദേഹം വിശദീകരിച്ചു, ഇവരല്ലേ ഇതൊക്കെ പറയേണ്ടത് എന്ന അർത്ഥത്തിലാണ് ഞാനത് ചെയ്തതെന്ന്. അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ പുതിയൊരു നേതൃത്വം വരുമ്പോൾ, പുതിയൊരു നേതാവ്, പുതിയൊരു പ്രസിഡന്റ് വരുമ്പോൾ എന്താണ് കൺസിഡറേഷൻ, ഇവിടുത്തെ ഫോർമുല എന്താണെന്നുള്ള ചോദ്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയെങ്കിലും മനസ്സിലുണ്ടാവില്ലേ? നോക്കൂ അഭിലാഷേ, യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രസിഡന്റിനെ നിയമിച്ചപ്പോൾ എന്തുകൊണ്ടാണ് OJ ജനീഷിനെ നിയമിച്ചത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം അതിലും കൂടുതലായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന താരങ്ങൾ വേറെയുണ്ട്. പക്ഷേ സംഘടനാപരമായിട്ട് ഒരു കൂട്ടം, ഒരു 10 12 യുവാക്കൾ തുല്യരാണ്. ആ തുല്യരായ യുവാക്കളിൽ ഒരാളെ പ്രസിഡൻ്റാക്കി എന്ന് മാത്രം ധരിച്ചാൽ മതി. അതിൽ വേറൊരു വിഷയമുള്ളത്, രാഷ്ട്രീയ സാഹചര്യം മാറുമ്പോൾ കോൺഗ്രസ് അധികാരത്തിലെത്തും, UDF അധികാരത്തിലെത്തും എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ നമ്മുടെ ഈ ഭരിക്കുന്ന പാർട്ടികൾ ചിലരെയൊക്കെ ഇളക്കി വിടാറുണ്ട്. അത് ന്യായീകരിക്കാനും അങ്ങനെ അല്ല പല രീതിയിലും പ്രസംഗിക്കാനും എഴുതാനൊക്കെ ഇളക്കി വിടാറുണ്ട്. അങ്ങനെയുള്ളവരെ ചില ദുഷ്ടലാക്കോടെ ചില ഘട്ടങ്ങളിൽ പ്രത്യേകിച്ചൊക്കെ ചിലപ്പോൾ പ്രതികരിക്കുകയോ പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ അവർക്കൊരു ആയുധം കൊടുക്കണ്ട എന്നൊരു ചിന്ത കൂടി കോൺഗ്രസ് നേതൃത്വത്തിന് വരും. അത് പല ഘടകങ്ങളുണ്ട്. സമൂഹത്തിലെ മതേതര കക്ഷി എന്ന നിലയ്ക്ക് എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ വിഭാഗം സമുദായങ്ങളും ഉൾപ്പെടുന്ന ഒരു കക്ഷി എന്ന നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസ് പരിഗണിക്കും, പരിശോധിക്കും. വരികൾക്കിടയിലൂടെ പറയുന്നത് അല്ല, കമ്മ്യൂണൽ ബാലൻസിങ്ങും ഉണ്ടാകും. അതുപോലെ തന്നെ ജില്ലകൾ തിരിച്ചുള്ള ബാലൻസിങ് ഉണ്ടാവാം. ഇപ്പോൾ ഞാൻ പറയാം, നിങ്ങളെ തൃശ്ശൂർ ജില്ല എന്നാണ് ഈ OJ ജനീഷ് വരുന്നത്. 13 അസംബ്ലി മണ്ഡലങ്ങളുള്ള തൃശ്ശൂർ ജില്ലയിലെ ഒരു സീറ്റാണ് ഇപ്പോൾ UDFനുള്ളത്. ഇത് VM സുധീരൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായ ജില്ലയാണ്. VM സുധീരന് ശേഷം യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആകുന്ന, വർഷങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം ആകുന്ന ഒരാളാണ് OJ ജനീഷ്. അപ്പോൾ അത് ഈ ജില്ലയിലെ ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടാക്കാവുന്നൊരു ഒരു 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 ഉന്മേഷമുണ്ട്. കാരണം 12 അസംബ്ലി മണ്ഡലങ്ങളിൽ ജയിക്കാവുന്ന 8-9 മണ്ഡലങ്ങളുണ്ട്. ആ 8-9 മണ്ഡലങ്ങളിൽ ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയതുകൊണ്ട് മാത്രം ഉണർവുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതും കൂടെ പരിഗണിച്ചിട്ടുണ്ട്. 13 മണ്ഡലം എന്ന് വെച്ചാൽ UDFന് അധികാരം കിട്ടാൻ ഘടകമാകുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല, K കരുണാകരൻ്റെ ജില്ല. അപ്പോൾ അങ്ങനെ ഉണ്ട്. പിന്നെ ഇത് എതിരാളികൾ, അതായത് ഇപ്പോൾ പഴയ കാലത്തെ പോലെ അല്ലല്ലോ ശ്രീ അഭിലാഷ്. ഇപ്പോൾ CPM-ൽ തന്നെ, CPM-ൽ ഒരു പഴയ കാലത്താണെങ്കിൽ ഒരു ഏകശിലാവാദം എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ അത് തീരുമാനം, അത് പാർട്ടി സെക്രട്ടറി. ഇപ്പോൾ ഞാനിത് ലേറ്റസ്റ്റ് ഉദാഹരണമാണ് പറഞ്ഞിട്ട്, അത് വേറെ രീതിയിൽ ചിന്തിക്കരുത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരെപ്പോഴും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഷാഫി ഷോ കാണിച്ചു, രാഹുൽ ഷോ കാണിച്ചു. ഷോ കാണിക്കേണ്ടത് ഷോ കാണിക്കും. പക്ഷേ ഷോ കാണിക്കുമ്പം അത് മണ്ടത്തരമാവരുത്. കുറേ കാലം മുമ്പ്
അഭിലാഷിന് ഓർമ്മയുണ്ടോ? പാലക്കാട്ട് ടി ശിവദാസ മേനോൻ എന്ന് പറഞ്ഞ CPM നേതാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരിക്കൽ പോലീസ് ലാത്തി ചാർജിൽ പരിക്കേറ്റു. 2001 അക്കാലത്ത് അതിനുശേഷം അവിടെ P ബാലേട്ടന് പരിക്കേറ്റു. രണ്ടുപേരും അവിടെ വളരെ വളരെ വലിയ നേതാക്കളാണ് രണ്ടുപേരും. അപ്പോൾ ശിവദാസ മേനോൻ അവിടെ അടി കിട്ടിയപ്പോൾ അന്നൊരു CPMൻ്റെ ഒരു യുവജന നേതാവ് അദ്ദേഹത്തിൻ്റെ മേലുണ്ടായ ചോരയൊക്കെ എടുത്ത് സ്വന്തം ശരീരത്തിൽ പുരട്ടിയൊരു വാർത്തയും പടമൊക്കെ ഒന്ന് പത്രത്തിൽ വന്നിരുന്നു. അതൊരു ഷോ ആയിരുന്നു, പക്ഷേ ആ ഷോ പൊളിഞ്ഞുപോയി. അതുപോലത്തെ ഷോ ആവരുതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ CPMൽ തന്നെ ഈ ഞാൻ പറഞ്ഞ ഏകശിലാവാദം. ഇപ്പോൾ ഇന്ന് തന്നെ നോക്കൂ, മുഖ്യമന്ത്രി ഇന്നൊരു പത്രസമ്മേളനം നടത്തി. എന്തിനായിരുന്നു ആ പത്രസമ്മേളനം എന്ന് വെച്ചാൽ അതിൽ ചിലർക്കൊരു ഉത്തരം നൽകാനായിരുന്നു. അഭിലാഷത്ത് ആ പത്രസമ്മേളനം കേട്ട് കാണും. LDFൻ്റെ വികസനമൊക്കെ അദ്ദേഹം ഇപ്പോഴാണ് പറയുന്നത്. അതിനുവേണ്ടി ഇന്നൊരു പത്രസമ്മേളനം വിളിക്കേണ്ട കാര്യമില്ലല്ലോ. പത്രലേഖകർ 100 വട്ടം പിന്നാലെ നടന്നോ CM എന്തെങ്കിലും പറയും എന്തെങ്കിലും പറയാൻ. ഇന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? അതായത് ഈ രാഷ്ട്രീയ നമ്മുടെ മക്കളെ കൊണ്ട് എനിക്ക് എന്തായാലും ഒരു ദുഷ്പേര് വന്നിട്ടില്ല മക്കളെ കൊണ്ട്. അതൊക്കെ ആലോചിക്കണം നമ്മൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ മകനൊരു സമൻസ് വന്നിരുന്നു. അപ്പോൾ ആ സമൻസിനെ കുറിച്ച് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായിരിക്കാം. എന്ന് വെച്ചാൽ വാർത്ത നോക്കിയിട്ടാണ് ജനറൽ സെക്രട്ടറി അഭിപ്രായം പറയുന്നത്, വസ്തുത പരിശോധിച്ചിട്ടില്ല എന്നുള്ളതല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താ പറയാൻ കാരണം വെച്ചാൽ അവർക്ക് പഴയ കാലത്ത് അങ്ങനെയല്ല. പഴയ കാലത്ത് ജനറൽ സെക്രട്ടറി പറഞ്ഞതാ, സെക്രട്ടറി പറഞ്ഞതാ, അതിലപ്പുറത്തൊരാളില്ല. ഇന്ന് പക്ഷേ അവരുടെ പാർട്ടിയുടെ ഘടന മാറിയത് കൊണ്ട് അത് ഈ വാഴ്ത്തുപാട്ടുകാരും സ്തുതിപാഠകന്മാരും ഒക്കെ പ്രത്യേകിച്ച് ഈ ന്യായീകരണ തൊഴിലാളികളൊക്കെ കൂടുമ്പം അങ്ങോട്ട് പൊക്കും. ഒരു നേതാവിനെ അങ്ങോട്ട് പൊക്കും, മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയോ ആരെ അവർക്ക് ഇഷ്ടം വെച്ചാൽ അങ്ങോട്ട് പൊക്കും. അങ്ങനെ പൊക്കുമ്പോൾ അത് പൊങ്ങാൻ പറ്റില്ലെങ്കിൽ ഇവർ പൊയ്ക്കാലിൽ നിൽക്കാൻ ശ്രമിക്കും. അങ്ങനെ പൊയ്ക്കാലിൽ നിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് പൊക്കമില്ല തടിയില്ല എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിൽ പാർട്ടിയിലത്തെ ഏകശിലയായിട്ട് പറയാവുന്ന കാര്യങ്ങളൊക്കെ ഇല്ലാതാകും. അങ്ങനെ വരുമ്പോഴാണ് ഈ പാലക്കാട്ട് നമ്മൾ ഈ ചർച്ച ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനൊക്കെ കാണേണ്ടത്. ഇപ്പോൾ മാങ്കൂട്ടത്തിലാണെങ്കിലും ഷാഫി ആണെങ്കിലും അവിടെ പാലക്കാട് ഈ 2 യുവ നേതാക്കളെ എതിർത്തു. പക്ഷേ കോൺഗ്രസ് നേതാക്കളൊന്നും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഇന്ന് പാലക്കാട്ട് വന്നിട്ടില്ല. അവിടെ ജനങ്ങളാണ് വന്നത്. കോൺഗ്രസ് നേതാക്കൾ വന്നാൽ നിങ്ങൾക്കൊക്കെ പറയാം നേതാക്കൾ ജനങ്ങളാ വന്നത്. ജനങ്ങൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളാണ് അവർ. ഒരു പാർട്ടിയുടെ ടിക്കറ്റിലല്ലേ ജയിച്ചത്, കോൺഗ്രസിന്റെയും ലീഗിന്റെയും. അതെ 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 അത് MLA ആയതുകൊണ്ടാണ്. അത് കോൺഗ്രസ് പരിപാടി അല്ലല്ലോ അഭിലാഷേ. അതൊരു പാലക്കാട്ടെ ജനങ്ങളുടെ റോഡാണ്. റോഡ് ഉദ്ഘാടനത്തിൻ്റെ പരിപാടിയാണ്. അല്ലാണ്ട് ഈ നമ്മളിപ്പോൾ സാധാരണ കാണുന്ന പോലെ ആളില്ലാത്തതുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വരില്ല എന്നൊക്കെ പറയുന്ന ഘട്ടമാണ് മന്ത്രിമാർ. ആളില്ല അതുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യില്ല എന്നൊക്കെ പറയുന്നില്ലേ. ഇത് ആളുകളെ ഏതെങ്കിലും ഒരാൾ അഭിലാഷ് കണ്ടോ? രാഹുൽ ഗോ ബാക്ക് എന്ന് DYFയും BJPയും അല്ലാത്ത ഏതെങ്കിലും ഒരാൾ അവിടെ വിളിച്ചോ? ഇല്ലല്ലോ. ഇപ്പൊ നിങ്ങൾ ചാനലുകളിൽ കേൾക്കുന്നുണ്ട്, എല്ലാ ചാനലുകളും ഇല്ല കേട്ടോ. അല്ല അതാ പറഞ്ഞ അതാണ് അഭിലാഷ് ഇങ്ങോട്ട് പറഞ്ഞത് നന്നായി. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ലാന്ന് അദ്ദേഹം പറയാത്രത്തോളം കാലം ജനങ്ങളും കോൺഗ്രസ്സുകാരും ലീഗുകാരും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കും. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹത്തിനെതിരെ ഒരു കുറ്റപത്രവും ഇല്ല, ഒരു തെളിവ് പരാതിയില്ല, ഒന്നുമില്ല. പക്ഷേ പൊതുസമൂഹത്തിനിടയിൽ ഒരു ചീത്തപ്പേര് വന്നു എന്ന് തോന്നിയപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഭരണഘടന നോക്കാതെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. ചീത്തപ്പേര് വന്നു എന്നുള്ളതുകൊണ്ടല്ല കേട്ടോ. കോൺഗ്രസ് പാർട്ടിയുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമായും ചർച്ച ചെയ്ത് പാർട്ടിയുടെ ബോധ്യത്തിനകത്ത് എടുത്ത തീരുമാനമാണ്. ആ ബോധ്യം എന്ന് പറയുന്നത് അറബിക്കടലിൽ അലയടിച്ചു വന്നാലും അതുപോലെ ഒരു സാഹചര്യം ഉണ്ടായാലും മാറില്ല എന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിലെ കോൺഗ്രസിന്റെ സഭാ കക്ഷി നേതാവാണ്. അപ്പോൾ അത് വളരെ ക്ലിയർ ആണ്. അല്ലാതെ ഒരു ആരോപണം മാറിയിട്ടില്ലല്ലോ അഭിലാഷേ. ഞാൻ പറഞ്ഞതാണ് മാറിയിട്ടില്ലല്ലോ. MLAക്കൊപ്പം നിന്നതല്ലേ. ശരി, ഓക്കെ, ശരി. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല, ഒരു മാറ്റമില്ല. ശരി. ഇനി ശ്രീ പത്മനാഭൻ ഇവിടെ ഉന്നയിക്കപ്പെട്ട BJPക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം. ഇപ്പോൾ നമ്മൾ ചർച്ചയുടെ ഒരു സിംഹഭാഗവും കഴിഞ്ഞു. അപ്പോൾ അവിടെ രാജു P. നായർ ഉന്നയിച്ച ഒരു ആരോപണം മുഖ്യമന്ത്രിയുടെ സംരക്ഷകരായി BJP ഉണ്ട് എന്നാണ്. അതിന് അദ്ദേഹം ഉപോത്ബലകമായി ചൂണ്ടിക്കാണിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2023 ഒരു സമൻസ് അയക്കുന്നു, മുഖ്യമന്ത്രിയുടെ മകന് അയക്കുന്നു എന്ന് പറഞ്ഞാൽ അയച്ചോ ഇല്ലയോ എന്ന് തന്നെ ഉറപ്പില്ല. കാരണം കിട്ടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്തായാലും അതിന് ഫോളോ അപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. സാധാരണ നിലയ്ക്ക് 2-3 തവണ സമൻസ് കൈപ്പറ്റേണ്ട ആൾ സമൻസ് കൈപ്പറ്റിയില്ലെങ്കിൽ വീണ്ടും സമൺ ചെയ്യാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ
ഇതിൽ മെറിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങ് വിട്ടതാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്നാണ് കോൺഗ്രസ്സുകാർ സംശയിക്കുന്നത്. ഞാനൊരു ഉത്തരം പറയാം. അതിന് മുന്നേ രാജു പി നായർക്ക് ഒരു സംഗതി മനസ്സിലാക്കി കൊടുക്കട്ടെ. രാജു പി നായരെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയാം? നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി എടുത്ത നടപടിയെ ന്യായീകരിക്കാനും ഒക്കെ കുറേ ആൾക്കാരെ പേര് പറഞ്ഞു. കുറേ BJPയുടെ അന്യ സംസ്ഥാന നേതാക്കന്മാരെ, കേരളത്തിൽ തന്നെയുള്ള CPMൻ്റെ ഒരു നേതാവിൻ്റെ ഒരു MLAയുടെ ഒക്കെ പേര് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? അവരൊക്കെ കുറ്റം നിഷേധിച്ചു. ആ നിഷേധിച്ചത് ലോകം അംഗീകരിച്ചോ, നിയമം അംഗീകരിച്ചോ, പോലീസ് അംഗീകരിച്ചോ, കോടതി അംഗീകരിച്ചോ, പൊതുജനം അംഗീകരിച്ചോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. അവരൊക്കെ നിഷേധിച്ചു, ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല, രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് കെട്ടിച്ചമച്ചതാണ്, അല്ലെങ്കിൽ മറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി കെട്ടിച്ചമച്ചാണെന്ന് തൻ്റെ അടുത്തോടെ പറഞ്ഞു. അത് അംഗീകരിച്ചോ ഇല്ലയോ എന്ന്. പക്ഷേ ഈ മനുഷ്യൻ ഇന്ന് വരെ നിഷേധിച്ചിട്ടില്ല. അവിടെയല്ലേ പ്രശ്നം. ഞാൻ അങ്ങനെ ലൈംഗിക ചൊവ്വയുള്ള മെസ്സേജുകൾ ഈ 2 സ്ത്രീകൾക്ക് അയച്ചിട്ടില്ല. പറയട്ടെ, അവർ പറയുന്നത് നുണയാണെന്ന് പറയട്ടെ, അല്ലെ അവർ രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് പറയാമെന്ന് പറയട്ടെ. അതിലൊരാൾ പറഞ്ഞത് VD സതീശൻ എനിക്ക് പ്രതിതുല്യനാണെന്നാണ്. അപ്പോൾ പറയട്ടെ. പിന്നെ വേറൊരു വലിയ ഒരു വോയിസ് മെസ്സേജ് വന്നു. ഞാൻ അതിൻ്റെക്ക് പോകുന്നില്ല, വളരെ മോശം വിഷയമാണ്. അത് ഞാനല്ല, എനിക്ക് അതിൽ പങ്കില്ല. ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞതുപോലെ അത് എൻ്റേതല്ല, എൻ്റേത് ഇങ്ങനെയല്ല എന്ന് പറയട്ടെ. ഇല്ല, ഈ മനുഷ്യൻ നിഷേധിച്ചിട്ടില്ല. നിങ്ങൾ കുറേ പേര് പറഞ്ഞല്ലോ, അങ്ങ് ഉത്തർപ്രദേശിലെയും കേരളത്തിലെയൊക്കെ. അവരൊക്കെ അത് നിഷേധിക്കാനുള്ള ഒരു തൻ്റെ ഇടം കാണിച്ചിട്ടുണ്ട്. ഒരു ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയിൽ പറയട്ടെ, ഒരു ക്രിമിനൽ കോടതിയിൽ ഒരു കുറ്റം വരുമ്പോൾ പ്രതിയോട് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഫസ്റ്റ് ചോദിക്കുക അതാണ്. അപ്പോൾ പ്രതി ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലേ വിചാരണയ്ക്ക് സ്കോപ്പുള്ളൂ. അവിടെ പ്രതി പറയുകയാണ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കോടതി ചോദിക്കും, നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണല്ലോ പറയുന്നത്, പ്രത്യേകതൊക്കെ വലുതായിരിക്കും കിട്ടുമെന്ന്. അല്ല, ഞാൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ ജയിലിലേക്ക് പറഞ്ഞേക്കും. ഈ മനുഷ്യൻ ഇന്ന് വരെ നിഷേധിച്ചിട്ടില്ല, ഈ ബഹളം മുഴുവൻ ഉണ്ടായിട്ടും. അവിടെയാണ് വ്യത്യാസം. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഏക വ്യത്യാസം അതാണ്. ഇനി ഇപ്പോൾ ഇവർ പറയുന്നു എന്താ, മുഖ്യമന്ത്രിയെ ഞങ്ങൾ സംരക്ഷിക്കുന്നു, CPMനെ ഞങ്ങൾ സഹായിക്കുന്നു, ഈ കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തെ DDയിൽ നിന്നും മറ്റ് കേന്ദ്ര ഏജൻസികളിൽ നിന്നും സഹായിച്ച് നിർത്തുകയാണ്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യപ്പോൾ കോൺഗ്രസും ഈ CPMും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കുക. ഇന്ത്യ രാജ്യത്തെ 29 സംസ്ഥാനങ്ങളിൽ 28 എണ്ണത്തിനും സഖ്യമല്ലേ? അല്ലേ? കാശ്മീർ മുതൽ കന്യാകുമാരി വരെ സഖ്യമല്ലേ? കാശ്മീരിൽ തരിഗാമി ജയിച്ചത് നിങ്ങളുടെ വോട്ടോട് കൂടിയിട്ടാണ്. ഈ CPM ഇപ്പോഴും ദേശീയ പാർട്ടിയെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടറിയോ? രാജസ്ഥാനിലെ ജുൻജുനുവിൽ നിങ്ങൾ കൊണ്ടുപോയി ജയിപ്പിച്ചു ഒരു CPMനെ, കാരണം MP ആക്കി കൊടുത്തു. 2019 അങ്ങോട്ട് ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ കിട്ടിയത് 30,000 വോട്ടാ. ഇത്തവണ നിങ്ങളുടെ സഹായത്തോടെ 3 ലക്ഷം വോട്ട് നേടി അങ്ങോട്ട് ജയിച്ചു. അങ്ങോർക്കൊരു ഒരു സീറ്റ് രാജസ്ഥാനിൽ ജയിച്ചത് കൊണ്ട് എന്തായി? 3 സംസ്ഥാനങ്ങളിൽ നിന്നും ലോക്സഭാ അംഗങ്ങളായി, 4 സീറ്റുമായി. അപ്പോൾ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരത്തിന് കോട്ടം തട്ടിയില്ല. നിങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തതാ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിൽ സഖ്യം, ഇത് കഴിഞ്ഞാൽ ഏതാനും ചില മാസങ്ങൾ കഴിഞ്ഞാൽ ആസാമിൽ സഖ്യമുണ്ടാവും, വെസ്റ്റ് ബംഗാളിൽ സഖ്യമുണ്ടാവും, തമിഴ്നാട്ടിൽ ഓൾറെഡി ഉണ്ട്, പോണ്ടിച്ചേരിയിലുണ്ട്. അപ്പോൾ കേരളം ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഒരു പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയതിന് ശേഷം കേരളത്തിൽ വന്നിട്ട് ഈ പാർട്ടി BJPയുമായി സഖ്യത്തിലാണ് അല്ലെങ്കിൽ സീക്രട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് എന്ന് പൂർണ്ണ ബോധ്യം വന്നാൽ, നിങ്ങൾക്ക് ബോധ്യം ആ നിമിഷം ഇന്ത്യ മുന്നണിയിൽ നിന്നും CPMനെ പിടിച്ച് പുറത്താക്ക്. CPIക്കാരവിടെ നോട്ടെ, പാവങ്ങൾ, അവർക്ക് ഇതിലൊന്നും പങ്കുണ്ടാവില്ല. CPMനെങ്കിലും പുറത്താക്കി ഇന്ത്യ മുന്നണിയിൽ നിന്ന്. എന്ത് രാഷ്ട്രീയമാണ് ഇത്? എന്ത് രാഷ്ട്രീയമാണ്? നിങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളി ഞങ്ങളാണ്. ഞങ്ങളുമായി കൂട്ടുകെട്ട് നടത്തി എല്ലാ കുറ്റകൃത്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്ന പാർട്ടിയെ ഇന്ത്യയിലെ 28 സംസ്ഥാനത്തും നിങ്ങൾ എന്തിനാ പിടിച്ച് മടിയിലിരുത്തിയിരിക്കുന്നത്? നിങ്ങൾ എന്തിനാ പിടിച്ച് കൂടെ കിടത്തിയിരിക്കുന്നത്? ഇതൊക്കെ രാഷ്ട്രീയപരമായി വെറുതെ ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ച് നിങ്ങളുടെ വികൃതമായ മുഖം ഭംഗിയാക്കാനുള്ള പാഴ്ശ്രമം മാത്രമാണ് കോൺഗ്രസ്സുകാരാ. ഇതുകൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം എന്നേ പറയാനുള്ളൂ. ശ്രീ രാജു പി നായർ, ഇപ്പോൾ നമ്മൾ ആ EDയുടെ വിഷയം ഒന്ന് എടുത്താൽ, ED ഈ കാര്യത്തിൽ എടുക്കുന്ന നടപടികൾ എന്ന് പറയുന്നത് മെറിറ്റോടു കൂടിയാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇതുവരെ ഒരു നോട്ടീസ് അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ നോട്ടീസ് ആണെങ്കിൽ റെസ്പോണ്ടന്റ് കൈപ്പറ്റിയിട്ടുമില്ല. എവിടേക്കാണ് നോട്ടീസ് അയച്ചതെന്ന് അറിയില്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു സമൻസ് അയച്ചിട്ടുള്ളത് ഒരു പരാതിക്കാരൻ്റെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ്. അതിൽ തന്നെ ഈ ECIRൽ നിന്ന് വ്യക്തമാവുന്നത്
കോൺഗ്രസ് നേതാവ് ജി കാർത്തികേയൻ, അതായത് മുൻ വൈദ്യുതി മന്ത്രിമാരായ ജി കാർത്തികേയനും അതുപോലെ തന്നെ പിണറായി വിജയനും പണം കൊടുത്തു, ദിലീപ് രാഹുലൻ എന്ന ആൾ പണം കൊടുത്തു എന്ന് ഒരാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടൊരു സമ്മോൺസ് എന്നുള്ളതിനപ്പുറത്ത് ഇക്കാര്യത്തിൽ പ്രസക്തിയുണ്ടോ? ഒന്നാമത് ഈ വിഷയത്തിൽ പിണറായി വിജയൻ കുറ്റവിമുക്തനായതാണ്, ഡിസ്ചാർജ് പെറ്റീഷൻ കോടതി അംഗീകരിച്ചതാണ്, അത് ഹൈക്കോടതി ശരിവെച്ചതാണ്, അതിന്മേലുള്ള അപ്പീൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിൽക്കുന്നു എന്നതൊഴിച്ചാൽ പിണറായി വിജയൻ ഈ കേസിൽ നിലവിലുള്ള സാഹചര്യത്തിൽ പ്രതി പോലുമല്ല. അപ്പൊ അതിനപ്പുറത്ത് ഒരു കംപ്ലൈന്റ് വന്ന സ്ഥിതിക്ക് കംപ്ലൈനന്റിന്റെ ഒരു സംഗതി ഉൾക്കൊള്ളുകൊണ്ട് ഒരു നോട്ടീസ് അയച്ചു എന്നുള്ളതിനപ്പുറത്ത് ഈ മെറിറ്റുള്ള നിലനിൽക്കുന്ന എന്തെങ്കിലും കാര്യം ഈ വിഷയത്തിൽ ഉണ്ടോ? അഭിലാഷ് മോഹൻ പറയുന്നത് പ്രശ്നമായിട്ടുള്ള മാധ്യമപ്രവർത്തകനാണ്. പി ചിദംബരത്തിനെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത്? മതിലിയാടി കടന്നു എങ്ങനെയായിരുന്നു അറസ്റ്റ് ചെയ്തത്? മറ്റൊരു കൊലപാതക കേസിൽ ഉൾപ്പെട്ട ഒരു പ്രതി പറഞ്ഞ ഒരു വാക്കിന്റെ പുറത്താണ് അറസ്റ്റ് ചെയ്തത് അല്ലേ? അപ്പോൾ ഒരു സമൻസ് അയച്ചിട്ട് ആ സമൻസ് മറുപടി വന്നില്ലെങ്കിൽ എന്താ ചെയ്യുക? അഭിലാഷ് അവിടെ നിന്നൊരു കത്തയച്ച് ഏതെങ്കിലും ഒരാൾ ജോലിക്ക് എടുക്കാൻ വേണ്ടി കൊടുത്തിട്ട് അയാൾക്ക് അഡ്രസ്സ് കിട്ടിയ ആൾ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപേക്ഷിച്ച് കളയാം. പക്ഷേ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഉണ്ടാവണമല്ലോ സമൻസ് അയക്കണമെങ്കിൽ. ആ സമൻസ് അയച്ചിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യുക? അഭിലാഷ് മോഹൻ ഇന്ന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ MA ബേബിയും പിണറായി വിജയനും രണ്ട് തട്ടിൽ നിന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ഏതെങ്കിലും രാഷ്ട്രീയകാര്യ സമിതിക്കകത്തോ KPCC മീറ്റിങ്ങിനകത്തോ സ്വതന്ത്രമായി പറയുന്ന അഭിപ്രായമോ പറയാത്ത കാര്യങ്ങളോ എടുത്ത് കോൺഗ്രസിനകത്ത് വലിയ ഉൾപാർട്ടി പോര് എന്ന് പ്രാർത്ഥന ചെയ്യുന്നവരല്ലേ നിങ്ങൾ? പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞു ഇത്തരത്തിലുള്ള സമൻസ് കിട്ടി എന്നുള്ളത് പറഞ്ഞു. എന്നിട്ട് അവർക്ക് യാതൊരു കഴമ്പുമില്ലാന്ന് തോന്നിയിട്ട് അവർ റദ്ദ് ചെയ്താണ്, പിൻവലിച്ചു സമൻസ് പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനത്തെ ഒരു സമൻസ് കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നതാണോ സത്യം, അതോ പാർട്ടി ജനറൽ സെക്രട്ടറി പറയുന്നതാണോ സത്യം? ഈ വിഷയത്തിൽ രണ്ട് തട്ടിൽ CPM-നകത്ത് ആഭ്യന്തര പോര് കിടക്കല്ലേ? പിണറായിസ്റ്റുകളും CPM-ഉം തമ്മിൽ പോര് കിടക്കല്ലേ? പിണറായിസ്റ്റുകളും CPM തമ്മിൽ. പത്മനാഭൻ ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം അതുകൂടിയാണ്. എന്തുകൊണ്ടാണ് കേന്ദ്രത്തിൽ CPM ഞങ്ങളുടെ സഖ്യകക്ഷിയാവുകയും ഇവിടെ പിണറായി വിജയനെ എതിർക്കുകയെന്ന് വെച്ചാൽ CPM അല്ല, പിണറായിസ്റ്റ് ആണ്. BJP-യോടൊപ്പം സെറ്റിൽ ചെയ്യുന്ന പിണറായിസ്റ്റ് മാത്രമായിട്ട് കേരളത്തിൽ പിണറായി വിജയൻ മാറി എന്നുള്ളതാണ്. ആ പിണറായിസ്റ്റും CPM തമ്മിൽ നടക്കുന്ന ഏറ്റവും വലിയ യുദ്ധമായിട്ട് ഇന്ന് മകന്റെ പേരിൽ നടക്കുകയല്ലേ? നിങ്ങൾക്കത് എങ്ങനെയാ വാർത്തയില്ലാതായി പോകുന്നത്? ഇനി നോക്കൂ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രേംകുമാർ പറഞ്ഞോ ഇത്തരത്തിലൊരു സമൻസ് കിട്ടിയിട്ടില്ല എന്ന്? ആ പത്മനാഭൻ പറഞ്ഞോ ഇങ്ങനത്തെ ഒരു സമൻസ് കൊടുത്തിട്ടില്ല എന്ന്? എന്തിനാ? ഒരുപക്ഷെ അഭിലാഷ് ചിലപ്പോ CPM-നെ വിളിക്കാൻ ശ്രീ പത്മനാഭൻ ഉണ്ടല്ലോ, ഒരേ ആ പേരിൽ ബി മാറ്റി അല്ല. പക്ഷെ എന്റെ ആവശ്യമില്ല, അവർക്കറിയാം BJP വരുന്നതുകൊണ്ട് ഞങ്ങൾ വരേണ്ട കാര്യമില്ല, അത് CPM തീരുമാനിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു യാഥാർത്ഥ്യബോധത്തോടെ BJP എന്നുള്ളത് ബി മാറ്റി CJP ആക്കിയാൽ മതി, പ്രശ്നം പരിഹരിക്കപ്പെടും. അപ്പോൾ ഇത്തരത്തിൽ പരസ്പരം സംരക്ഷിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇപ്പൊ ഇല്ലല്ലോ. പിണറായി വിജയൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ED നോട്ടീസ് അല്ല, ED നോട്ടീസ് അയച്ചിരുന്നു, അത് ലഭിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി കള്ളം പറയുകയാണെന്ന് ശ്രീ പത്മനാഭൻ പറയാൻ ധൈര്യമുണ്ടോ? 3 ദിവസമായല്ലോ നിങ്ങളുടെ ഗവൺമെന്റിനകത്ത് ഇത്തരത്തിലുള്ള നോട്ടീസ് പോയിട്ടുള്ള വിവരം നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പിണറായി വിജയനെ സംരക്ഷിക്കുകയാണ്, മനസ്സിലല്ലേ? വളരെ കൃത്യമായിട്ട് സംരക്ഷിക്കുകയാണ്. പിന്നെ നോക്കൂ, ഇവിടെ പ്രേംകുമാർ പറയാണ്, പ്രേംകുമാറെ നിങ്ങൾ പറഞ്ഞ ഷാഫിയുടെ കാര്യം എല്ലാം അവിടെ നിൽക്കട്ടെ. പ്രേംകുമാർ പറഞ്ഞ അത് ഷോ ആയിരുന്നു എന്ന് പറഞ്ഞത് ഇന്നലെ SP അദ്ദേഹത്തിന്റെ ലീക്ഡ് ആയിട്ട് വന്ന വീഡിയോയിൽ പോലീസിനകത്ത് നിന്ന് കൂടാലും നടത്തി ഒരാൾ ആക്രമിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രേംകുമാറിന് അതിനകത്തുള്ള അഭിപ്രായം എന്താ? നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ MP അല്ല, നിക്ക് പറഞ്ഞിരിക്കട്ടെ, നിങ്ങളുടെ ഒരു MP-യെ പോലീസ് ആക്രമിക്കുകയായിരുന്നു, ഞങ്ങൾ ഉന്നയിച്ചാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, രാഹുലിനെതിരെ കേസെടുത്തില്ല എന്ന് പറഞ്ഞു ശ്രീ പത്മനാഭ. നിങ്ങളുടെ നേതാവ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിലെ പോലീസിനകത്ത് 60% ഞങ്ങളുടെ ആൾക്കാരാണെന്ന്. പിണറായി വിജയൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് കേരള പോലീസിനകത്ത് നിങ്ങളുടെ BJP-യുടെ ആൾക്കാരെ വിളിച്ചിട്ട് ഒന്നെടുക്കാൻ പറയുന്നേ, കേസെടുത്ത് അറസ്റ്റ് ചെയ്യുന്നു പറയുന്നേ. ഈ ഞങ്ങൾ കുറ്റം സമ്മതിക്കാത്തത് കൊണ്ടാണ് പ്രശ്നം. അവർ നിഷേധിച്ചവനെയാണ് കോടതി ശിക്ഷിച്ചത്. നിഷേധിച്ചവനെ കോടതി ശിക്ഷിച്ച പെരുങ്കള്ളനെ, ബലാത്സംഗിയെ കോടതി ശിക്ഷിക്കുകയായിരുന്നു. എന്നിട്ട് ഇയാൾ നിഷേധിച്ചിട്ടില്ല. നിങ്ങളുടെ കേരള പോലീസിനകത്തുള്ള നിങ്ങളുടെ ആൾക്കാരെ വിളിച്ച് പറ, പിണറായി വിജയൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ആത്മാർത്ഥമുണ്ടെങ്കിൽ നിങ്ങൾ പറ, കേസ് അറസ്റ്റ് ചെയ്യാത്ത എന്താ എന്ന് ചോദിക്ക്. നിങ്ങളുടെ 60% ആൾക്കാർ കേരള പോലീസിനകത്ത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ? നിങ്ങൾ ഒരേ മുന്നണിയായി മാറിയിരിക്കുന്നു, കേരളത്തിൽ ഒരേ മുന്നണിയായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ രണ്ടുപേരെയും കൂട്ടിക്കെട്ടി ഞങ്ങൾ എതിർക്കുന്നത്. നിങ്ങൾ പിണറായി വിജയൻ എടുക്കുന്ന സംരക്ഷണമാണ്. ED-യുടെ നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് പോലും പറയാൻ നട്ടലിന് ബലമില്ലാതെ പത്മനാഭനോട് വന്നിരിക്കുന്നത്. ബലം വേണം. ശരി, അതിനകത്ത് മറുപടി പറയും. ഇനി സമയം വളരെ 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 ചുരുക്കമുള്ളൂ, അതുകൊണ്ട് ഇനി പെട്ടെന്ന് റെസ്പോൺസസ് വേണം. ശരി, ഓക്കെ. ഇവിടെ വളരെ ചുരുങ്ങിയ ഒരു മറുപടി പ്രേംകുമാർ
ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു ഏജൻസിയാണ് എന്നുള്ളത് തന്നെയാണല്ലോ CPM-ന്റെയും ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളുടെയും നിലപാട്. ഇപ്പോൾ കേരള മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗത്തിനെതിരെ വന്ന പരാതിയുടെ കഴമ്പെന്തുമാവട്ടെ, അതിന് മെറിറ്റിൽ 0 ആണ് എന്ന് വിചാരിക്കട്ടെ. ED എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ചട്ടുകം എന്നുള്ള നിലയിൽ അവരൊരു നടപടി ഇനീഷ്യേറ്റ് ചെയ്താൽ അത് സ്വാഭാവികമായും ഫോളോ അപ്പ് ചെയ്യില്ലേ? കൊടുത്ത സമൻസ് അങ്ങ് എത്തിയോ എന്ന് നോക്കുകയോ ഒരു തവണ സമോൺ ചെയ്ത ആള് വരാതിരിക്കുകയോ ചെയ്യുമ്പോൾ വീണ്ടും കൊടുക്കില്ലേ? അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഫോളോ അപ്പ് ചെയ്യില്ലേ? അതിൽ ഒരു ദുരൂഹത താങ്കൾക്ക് തോന്നുന്നില്ലേ? അഭിലാഷ്, എനിക്ക് ദുരൂഹത തോന്നുന്നുണ്ട്. എന്താണെന്നറിയോ, 37 കൊല്ലം മുമ്പ് നടന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ആളുകളുടെ റെസിപ്പിയന്റിന്റെ പേര് പ്രിന്റ് ചെയ്യാൻ സംവിധാനമില്ലാത്ത ഒരു ED ഓഫീസിൽ നിന്ന് വന്ന കത്ത് ലൈഫ് മിഷനിലാണെന്ന് പറഞ്ഞ ആദ്യത്തെ ദിവസവും അല്ല ലാബിലാണെന്ന് പറഞ്ഞ പിറ്റേ ദിവസവും മലയാള മനോരമയും മാതൃഭൂമിയും പോലുള്ള പത്രങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ, ചാനൽ റിലീസ് ചെയ്യുമ്പോൾ ഇത് ഉള്ളതാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി കത്ത് കിട്ടിയോ ഇല്ലയോ എന്നുള്ള അബുദാബിയിലുള്ള ആൾക്ക് തിരുവനന്തപുരത്തേക്ക് കത്ത് അയച്ചാൽ എങ്ങനെയാ കിട്ടുക എന്നുള്ളത് എനിക്കറിയില്ല. അയാൾ അത് റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. ഇനി ആദ്യം പ്രേംകുമാർ എന്തുകൊണ്ടാണ് പാർട്ടി ജനറൽ സെക്രട്ടറി പിണറായി വിജയനെ കുറ്റക്കാരനാക്കുന്നത്? സമയമില്ല, ഇനി സമയമില്ല. തീർത്ത് പറയട്ടെ. ഇനി ഇത് എനിക്കല്ല എന്നുള്ളത് കൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, തോമസ് ഐസക്കിനെ ED വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മൂപ്പര് കേസ് കൊടുത്ത് ഒഴിവായതാണ്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും റോബർട്ട് വധേരയ്ക്കും നമ്മുടെ സാക്ഷാൽ പാണക്കാട് തങ്ങൾക്കും EDയുടെ നോട്ടീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അവരുടെ ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ അതിന്റെ മെറിറ്റ് നോക്കിയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, CPM അടക്കമുള്ള ആളുകൾ നിലപാടെടുത്തത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ ഏതെങ്കിലും ഒരു ബന്ധുവിന് നോട്ടീസ് കൊടുത്തു എവിടെയെങ്കിലും വാർത്ത വന്നാൽ നിങ്ങൾക്ക് ED പൊന്ന് EDയാണ്. പക്ഷേ മലയാളികൾക്ക് അങ്ങനെയല്ല. ഷോയുടെ കാര്യം ഒരു വട്ടം കൂടെ ആവർത്തിച്ചു പറയുന്നു രാജു പി നായർ. വളരെ വയലന്റായി നിന്നിരുന്ന, ടെൻസായി നിന്നിരുന്ന പേരാമ്പ്രയിൽ രാത്രി വന്ന് ഷാഫി നടത്തിയത് ഷോ തന്നെയാണ്. പോലീസുകാരായിരുന്നാലും അവിടെ കൂടിയ ആളുകളിൽ നിന്നായിരുന്നാലും പോലീസിനകത്ത് ഗൂഢാലോചനയോട് കൂടി തല്ലി എന്നാ പറഞ്ഞത്. അഡ്മിഷനെ നിങ്ങൾ തള്ളി പറയുന്നുണ്ടോ? അതെ, SP-യോട് ചോദിച്ചാൽ മതി. ഞാൻ SP-യുടെ ആളല്ല, ഞാൻ പോലീസിന്റെ സ്പോക്സ് പേഴ്സൺ ഒന്നല്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ അതിനകത്ത് മറ്റൊരു നിലപാടെടുക്കുന്നത്? SP പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ EDയോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ EDയോട് ചോദിക്കൂ. ED പിരിച്ചുവിട്ടിട്ടില്ലല്ലോ. ED എറണാകുളത്തില്ലേ? ശരി, എന്തായാലും ED എന്തെങ്കിലും പറയുമായിരിക്കുമെന്ന് വിചാരിക്കാം. എന്തായാലും സമൻസ് കിട്ടിയിട്ടില്ല എന്ന് പിണറായി വിജയൻ വ്യക്തമാക്കുകയും ചെയ്തു. വളരെ നന്ദി. 4 പേർക്കും സൂപ്പർ പാമിന്റെ അവസാനിച്ചു. നമസ്കാരം.